السلام عليكم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله. اللهم اغفر لنا ورحمنا ولوالدينا ولمصنف هذا الكتاب ولمشايخنا. تفسير الجلالين. ആ പേര് ഒരുപാട് അർത്ഥമുള്ളതാണ്. ജലാലുദ്ദീൻ അൽ മഹല്ലി, ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിമാ വഅലൈനാ മഅഹുമാ. അവരുടെ ആ രണ്ട് സ്ഥാനപ്പേരുകളും വലിയ മഹത്വമുള്ളതാണ്. അതുകൊണ്ട് ആ തഫ്സീറിന് വേറെ ഒരു പേരിൻ്റെ ആവശ്യമില്ല. ആ രണ്ട് ജലാലുകളിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടുന്നതോടെ ആ തഫ്സീറിൻ്റെ മഹത്വവും ആഴവും ദിഖത്തും അതിലെ തഹ്ഖീഖുകളും തദ്ഖീഖുകളും വളരെ ആഴമേറിയ ഇശാറത്തുകളും എല്ലാം സൂചിപ്പിക്കപ്പെടാൻ, അല്ലെങ്കിൽ അവയിലേക്ക് ഒരു ഇൽമിൻ്റെ ആളുടെ ചിന്തകളെ, നോട്ടങ്ങളെ പിടിച്ചു വലിക്കാൻ അതിന് മറ്റൊരു പേര് കൊടുക്കാതെ ഇളാഫത്ത് ചെയ്യുകയാണ് വേണ്ടത് എന്ന് പണ്ഡിത ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തഫ്സീറുൽ ജലാലൈൻ, രണ്ട് ജലാലുകളുടെ തഫ്സീർ എന്ന് തന്നെ പറയുന്നു. മറ്റുള്ളവർക്ക് പേരുകൾ പ്രത്യേകമായി വിളിക്കുമ്പോൾ ഈ ഇളാഫത്ത് എല്ലാ പേരുകളെയും വെല്ലുമെന്ന് നാം അതിൽ നിന്ന് മനസ്സിലാക്കണം. രണ്ട് ജലാലുകളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അവരുടെ വലിയ വലിയ തർജമകൾ മഹാരഥന്മാർ എഴുതിയിട്ടുണ്ട്. ജലാലുദ്ദീനിൽ മഹല്ലിയുടെ തർജമ ദഖായിഖുൽ കൻസിൻ്റെ തലഭാഗത്ത് ഉള്ളത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ വായിക്കണം. ജലാലുദ്ദീൻ സുയൂത്തിയെ പരിചയപ്പെടുത്താൻ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അത് തിരഞ്ഞു നോക്കി വായിക്കുക എന്നത് ഒരു മുത്തഅല്ലിമിൻ്റെ ബാധ്യതയാണ്. മുത്തഅല്ലിമിന് ഒഴിവ് സമയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വെള്ളിയാഴ്ച ക്ലാസ്സില്ലെങ്കിൽ മറ്റുള്ള ദിവസത്തേക്കാൾ മുത്തഅല്ലിമിന് വർക്ക് വേണം. താൻ പഠിക്കുന്ന സ്ഥാപനത്തിലെ മക്തബയിൽ കയറി വിവിധ കിതാബുകൾ നോക്കുകയും അതിലെ നുക്തകൾ തൻ്റെ ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്യാൻ മുത്തഅല്ലിം ബാധ്യസ്ഥനാണ്. മുമ്പ് കാലത്തൊക്കെ വലിയ ഇഷ്കാലുകളുണ്ടായാൽ ആ ഇഷ്കാലുകൾ രേഖപ്പെടുത്തി ക്ലാസ്സില്ലാത്ത ദിവസം വെള്ളിയാഴ്ച മക്തബുകളിലിരുന്ന് ആ ഒരാഴ്ചത്തെ ഇഷ്കാലിൻ്റെ ജവാബ് സ്വയം നോക്കി കണ്ടെത്തലാണ് പതിവ്. അങ്ങനെ ഒരു പൂർവികരുടെ പതിവ് നമുക്ക് ഉണ്ടായെങ്കിലേ അവർക്ക് കിട്ടിയ ഇൽമിൻ്റെ ഒരു സ്വല്പമെങ്കിലും നമുക്ക് നേടാൻ സാധിക്കും.
അപ്പോൾ ജലാലൈനിയുടെ വാക്കുകൾ മനസ്സിലാകണമെങ്കിൽ ശരിക്ക് മറ്റുള്ള എല്ലാ ഫന്നുകളും വശമുണ്ടായിരിക്കണം. ജലാലൈനിയിൽ നഹ്വിയായ ചർച്ചകൾ ധാരാളമുണ്ട്, സർഫിയായ ചർച്ചകളുമുണ്ട്. പലപ്പോഴും ജലാലൈനി സൂചിപ്പിക്കുന്ന തസ്രീഫ് മനസ്സിലാകാൻ സഞ്ചാൻ ഓതിയാൽ, അജ്നാസ് ഓതിയാൽ മതിയാവില്ല. ജലാലൈനി സൂചിപ്പിക്കുന്ന തസ്രീഫ് മനസ്സിലാകാൻ പല സ്ഥലങ്ങളിലും ഇമാം ഇബ്നുൽ ഹാജിബ് തങ്ങളുടെ ഷാഫിയയുടെ ഷറഹ്, ചാർബർദിയുടെ ഷറഹ് ഉൾപ്പെടെ നോക്കുമ്പോഴാണ് മനസ്സിലാവുക. ചിലയിടത്ത് ജലാലൈനി സൂചിപ്പിക്കുന്ന സർഫിയായ ചർച്ചകൾ മനസ്സിലാകാൻ ഇമാം ഇബ്നു മാലിക് തങ്ങളുടെ അൽഫിയയുടെ തസ്രീഫിൻ്റെ ഭാഗങ്ങൾ മനസ്സിലാകണം. ചിലയിടത്ത് അൽഫിയയുടെ തസ്രീഫിൻ്റെ ഭാഗങ്ങൾ മനസ്സിലായാലും പോരാ, ഇബ്നു മാലിക് തങ്ങളുടെ ലാമിയത്തുൽ അഫ്ആൽ മനസ്സിലായിരിക്കണം. ഇല്ലെങ്കിൽ ജലാലൈനി എന്താണ് പറഞ്ഞത് എന്ന് വേണ്ട പോലെ തിരിയണമെന്നില്ല. അതുകൊണ്ട് ഒരു ജലാലൈനിയുടെ പഠിതാവ് അൽഫിയ ആദ്യം മുതൽ അവസാനം വരെ ഹിഫ്ളാക്കിയിരിക്കണം. ഇടയ്ക്കിടെ അൽഫിയയുടെ ബെയ്ത്തുകൾ ജലാലൈനിയോട് തത്ബീഖ് ചെയ്യുമ്പോഴാണ് ജലാലൈനി അവിടെ എന്തുദ്ദേശിച്ചു എന്ന് മനസ്സിലാകും. വല്ലപ്പോഴൊക്കെ നേരത്തെ പറഞ്ഞ കിതാബുകളും ആവശ്യമാകും. അതെല്ലാം നമ്മൾ ജലാലൈനി ദർസ് നടത്തിയപ്പോൾ ആവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ഉണർത്തുന്നത്. അതുപോലെ ജലാലൈനി മനസ്സിലാകണമെങ്കിൽ തുഹ്ഫത്തുൽ ഇഖ്വാൻ നന്നായി പഠിച്ചിരിക്കണം. തുഹ്ഫത്തുൽ ഇഖ്വാനിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ജലാലൈനിയിലേക്ക് ആവശ്യമുണ്ട്. ചിലയിടത്ത് അത് പോരാ, മുഖ്തസറുൽ മആനി മനസ്സിലായിരിക്കണം. ഇൽമുൽ മആനിയുടെ വിവിധ ഖായിദകളിലേക്കും അതുപോലെ മുഖ്തസറുൽ മആനിയിലെ രണ്ടാം ഫന്നായ ഇൽമുൽ ബയാനിൻ്റെ വിവിധ ഖായിദകളിലേക്കും ഇനിയും മൂന്നാം ഫന്നായ ഇൽമുൽ ബദീഇൻ്റെ വിവിധ കാര്യങ്ങളിലേക്കും ജലാലൈനി പലയിടങ്ങളിലായി സൂചിപ്പിക്കുന്നുണ്ട്. ജലാലൈനി എന്തു പറഞ്ഞു, അവരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാകാൻ മുഖ്തസറുൽ മആനി മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി ബൈഹാർട്ടായിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ജലാലൈനി ഓതാൻ ഒരു ഖുർആൻ പരിഭാഷ കയ്യിലുണ്ടായാൽ പോരാ. അതുകൊണ്ട് ജലാലൈനി ഓതലാകില്ല, അത് മനസ്സിലാകില്ല. ചിലപ്പോൾ തോന്നും ജലാലൈനി എളുപ്പമാണ്, വേറെ ഫുനൂനൊന്നും അറിയാത്ത ആളുകൾ ജലാലൈനി ക്ലാസ് എടുക്കാം എന്ന് ചിന്തിച്ചു പോകാറുണ്ടോ എന്ന് തോന്നുന്നു. തസ്രീഹുൽ മന്തിഖ് പോരാ, ജലാലൈനി മനസ്സിലാകാൻ ചിലയിടത്ത് ശറഹു തഹ്ദീബ്, ചിലയിടത്ത് ഖുത്ബി, ചിലയിടത്ത് മീർ വരെ വേണം. ജലാലൈനിയുടെ ചില ഭാഗം മനസ്സിലാകാൻ അതൊന്നും പോരാ, മുല്ലാ ഹസനും ഖാദി മുബാറക്കും വേണം. അപ്പോഴേ ജലാലൈനിയുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ അവരെന്തുദ്ദേശിച്ചു എന്ന് മനസ്സിലാകൂ. ചില ഭാഗങ്ങൾ ജലാലൈനിയുടേത് മനസ്സിലാകാൻ തസ്രീഹുൽ അഫ്ലാഖ് ആവശ്യമായ സ്ഥലങ്ങളും ജലാലൈനിയിലുണ്ട്. ആ ഫന്നിലേക്കും എത്തണം. പിന്നെ അഖീദയുടെ കിതാബുകൾ ആവശ്യമുള്ള ഒരുപാട് സ്ഥലങ്ങൾ ജലാലൈനിയിലുണ്ട്. സനൂസി നന്നായി ഓതിയെങ്കിൽ മാത്രം മനസ്സിലാകുന്ന ഭാഗങ്ങൾ ജലാലൈനിയിൽ ഉണ്ട്. ചിലയിടത്ത് ജൗഹറത്തു തൗഹീദിൻ്റെ ഹാഷിയയായ ബാജൂരി നോക്കിയെങ്കിൽ മാത്രം ഹല്ലാക്കാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട്. ചിലയിടത്ത് ശറഉൽ അഖായിദിലൂടെ ഹല്ലാക്കാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട്. ഇങ്ങനെ വിവിധ അഖീദൻ്റെ കിതാബുകളെ ആശ്രയിച്ചെങ്കിൽ മാത്രം ജലാലിയുടെ ആഴത്തിലേക്ക് ശരിയായി അവർ എന്തുദ്ദേശിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗങ്ങളും ജലാലൈനിയിൽ ഉണ്ട്. ഫിഖ്ഹിൻ്റെ കിതാബ് ഫത്ഹുൽ മുഈൻ ഉൾപ്പെടെയുള്ള ഫിഖ്ഹിൻ്റെ കിതാബുകൾ തിരിഞ്ഞെങ്കിൽ
ചിലയിടത്ത് മഹല്ലി തിരിഞ്ഞെങ്കിൽ മാത്രം മനസ്സിലാകുന്ന ഭാഗങ്ങൾ ജലാലൈനിയിൽ ഉണ്ട്. തുഹ്ഫത്തുൽ മുഹ്താജിലേക്ക് ആവശ്യമായ ഭാഗങ്ങളും ജലാലൈനിയിലുണ്ട്. ഇങ്ങനെ വിവിധ ഫുനൂൻ എന്നാൽ തസവൂഫിയായ ചർച്ചകളും ജലാലൈനിയിലുണ്ട്. ചിലപ്പോൾ ജലാലൈനി ഹല്ലാകാൻ ഇഹ്യാ ഉലൂമുദ്ദീൻ ഉൾപ്പെടെയുള്ള തസവൂഫിൻ്റെ കിതാബുകൾ ആവശ്യമായ ഭാഗങ്ങളുണ്ട്. നമ്മുടെ അദ്കിയയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ വരെ ജലാലൈനിയിലുണ്ട്. ഇങ്ങനെ എല്ലാ ഫന്നുകളും തിരിഞ്ഞെങ്കിൽ മാത്രമാണ് എന്താണ് ജലാലൈനി എന്ന് മനസ്സിലാവും. ഇല്ലാത്തവർക്ക് ഒരു ലഫ്ളും ഒരർത്ഥവും വെച്ചാൽ ജലാലൈനി ആകില്ല. എന്നാൽ ജമ്മുൽ ജവാമി മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി ബൈഹാർട്ടായിരിക്കൽ ജലാലൈനി തിരിയാൻ അനിവാര്യമാണ്. ഒരുപാട് ഖുർആനിലെ ഒരുപാട് മുത്തലഖുകളുടെ തഖീദ് ഇത്ലാഖാക്കി പറഞ്ഞതിന് പരിഗണിക്കേണ്ട ഖൈദ് ജലാലൈനി ചെറിയ ഒരൊറ്റ കെലിമത്ത് കൊണ്ട് സൂചിപ്പിച്ച സ്ഥലങ്ങളുണ്ട്. മറ്റ് കിതാബുകളാകുമ്പോൾ വിശദമായി അതിരിഷ്കാല് പറയും, പിന്നെ ഇതിന് ജവാബ് പറയും. ജവാബ് പറഞ്ഞ് തീരുമ്പോഴാണ് ഇങ്ങനെ ഒരു ഖൈദ് ഇവിടെ കൊടുക്കണമെന്നാണ് താല്പര്യമെന്ന് തിരിയുന്നതെങ്കിൽ ജലാലൈനി വമ്പിച്ച ഇഷ്കാലിൻ്റെ മറുപടിയാണ് പറയുക. ഇഷ്കാൽ പറയില്ല. ഇഷ്കാൽ അന്തമുള്ളവന് ഇഷ്കാൽ വന്നിരിക്കും. വന്നാൽ ജലാലൈനിയുടെ ഒരൊറ്റ കെലിമത്ത് കേൾക്കുന്നത് കൊണ്ട് ഈ ഇഷ്കാലിൻ്റെ ജവാബ് ബോധ്യപ്പെടും. ഖുർആനിലെ ഈ മുത്തലഖിന് ഒരു ഖൈദ് കൊടുക്കണം എന്നതാണ് അതിൻ്റെ താല്പര്യം. ചിലപ്പോൾ ഖുർആനിലുള്ളത് ഒരു ആമ്മായിരിക്കും, ഈ ആമ്മ് മഖ്സൂസാണ് എന്നായിരിക്കും ജലാലൈനി സൂചിപ്പിക്കുക. ഒരു കെലിമത്ത് കൊണ്ടായിരിക്കും ചിലപ്പോൾ സൂചിപ്പിക്കുന്നത്. അവിടെയും ഒരു വമ്പിച്ച ഇഷ്കാലുണ്ടാകും. ആ മുഖദ്ദറായ സുആൽ എന്ന് പറയപ്പെടുന്ന വമ്പിച്ച ഇഷ്കാൽ ജലാലൈനിയുടെ വായനക്കാരൻ അല്ലെങ്കിൽ പഠിതാവിന് ഇഷ്കാല് വരണം. കാരണം നേരത്തെ പറഞ്ഞ ഇൽമുകളെല്ലാം റെഡിയായവനാണ് ശരിയായ വിധം ജലാലൈനി കൈകാര്യം ചെയ്യാൻ യോഗ്യനായിട്ടുള്ളവൻ. അപ്പോൾ ഈ ആം മഖ്സൂസാണ് എന്ന് ജലാലൈനി പറഞ്ഞു എന്ന് ബോധ്യപ്പെടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഹഖീഖത്ത് ഉദ്ദേശിച്ചാൽ ശരിയാവാത്ത സ്ഥലങ്ങളിൽ മജാസാണെന്ന് ജലാലൈനി സൂചിപ്പിക്കും. ആ മജാസ് മുർസലായ സ്ഥലങ്ങളുമുണ്ട്. ചിലപ്പോൾ ഒരിടത്ത് മുർസലാക്കി മജാസ് മുർസലാക്കി വേറെ ചിലയിടത്ത് ഹദ്ഫ് മജാസാക്കി മജാസുൽ ഹദ്ഫാക്കിയ സ്ഥലങ്ങളുണ്ട്. വേറെ ചിലയിടത്ത് മജാസു സിയാദയാക്കിയ സ്ഥലങ്ങളുണ്ട്. അറിയാലോ, മജാസ് മുർസൽ കെലിമത്തിൽ മജാസാണ്. കെലിമത്തിൽ മജാസ് അലാഖത്ത് മുസാബഹത്താകാതിരിക്കുമ്പോൾ മുർസലാകും. അലാഖത്ത് മുസാബഹത്തായാൽ അത് ഇസ്തിയാറത്തുമാകും. രണ്ടും ലുഗവിയായ മജാസ് എന്ന ഗണമാണ്. അതേസമയം മജാസുൽ ഹദ്ഫും മജാസു സിയാദത്തും അത് ഏറാബിനെ വ്യത്യാസപ്പെടുത്തൽ കൊണ്ട് ഉണ്ടാകുന്ന മജാസാണ് എന്ന് മുഖ്തസറുൽ മആനിയിൽ നിന്ന് നാം പഠിച്ചിട്ടുണ്ട്. കലിമത്തുൻ തഗയ്യറ ഹുക്മു ഇറാബിഹൽ അസ്ലിയി മിൻ നൗഇൻ ഇലാ നൗഇൻ ആഖറ ബി ഹദ്ഫി കലിമത്തിൻ ഔ സിയാദത്തിഹാ. ഒരു കലിമത്തിനെ കളഞ്ഞ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കലിമത്തിനെ അധികരിപ്പിച്ച കാരണം കൊണ്ടോ നേരത്തെയുള്ള ഇറാബ് മറ്റൊരു ഇറാബായി മാറിയിട്ടുള്ള കലിമത്ത് എന്ന അർത്ഥത്തിനാണല്ലോ മജാസുൽ ഹദ്ഫ് പറയുക. കലിമത്തുൻ തഗയ്യറ ഹുക്മു ഇറാബിഹൽ അസ്ലിയി മിൻ നൗഇൻ ഇലാ നൗഇൻ ആഖർ ബി ഹദ്ഫി കലിമത്തിൻ ഔ സിയാദത്തിഹാ. ഇതിന് മജാസുൽ ഹദ്ഫ് എന്ന് പറയും. ഇവിടെ മജാസുൽ ഹദ്ഫാണുള്ളത് അല്ലെങ്കിൽ മജാസു സിയാദത്താണുള്ളത്.
മജാസുൽ ഹദ്ഫ് എന്ന് പറയുമ്പോൾ കലിമത്തുൻ തഗയ്യറ ഹുക്മു ഇറാബിഹൽ അസ്ലി മിൻ നൗഇൻ ഇലാ നൗഇൻ ആഖറ ബി ഹദ്ഫി കലിമത്തിൻ, അതാണ് മജാസുൽ ഹദ്ഫ്. വസ്അലിൽ ഖറിയത വസ്അൽ അഹ്ലൽ ഖറിയതി എന്നായിരുന്നു അസ്റിലുണ്ടായിരുന്നത് എന്ന് സങ്കല്പിച്ചാൽ അഹ്ല എന്ന മുലാഫുള്ളത് കൊണ്ട് അൽ ഖറിയത്തി മുലാഫിരഹിയായ വകയിൽ അതിനുള്ള ഇറാബ് ജറായിരുന്നു. അതേസമയം അഹ്ലിനെ കളയലോടുകൂടെ ആ മുലാഫിരഹിയായ ഖറിയത്തിനെ അഹ്ലിൻ്റെ സ്ഥാനത്ത് നിർത്തിയപ്പോൾ ഇപ്പോൾ ഇസ്അറിൻ്റെ മഫ്ഊൽ എന്ന നിലക്ക് നസ്ബാണ് അതിലുള്ള ഇറാബ്. അവിടെയുള്ളത് മജാസുൽ ഹദ്ഫാണ്. എന്നാൽ അതിനെ മജാസുൽ ഹദ്ഫ് എന്നും മജാസ് മുർസൽ ആയും അതിനെ അവതരിപ്പിക്കാൻ പറ്റുന്ന സ്ഥലവും ജലാലൈനിയിൽ ഉണ്ട്. അതേസമയം ഒരു കലിമത്ത് കൂട്ടി ലൈസ കമിസ്ലിഹി ശൈഉൻ എന്ന് പറഞ്ഞിടത്ത് ലൈസ മിസ്ലഹു ശൈഉൻ എന്നാണ് ഉദ്ദേശ്യം എന്ന് വെക്കുകയാണെങ്കിൽ ലൈസയുടെ ഖബറായ വകയിൽ മിസ്ലഹു എന്നതിൻ്റെ ഇറാബ് നസ്ബാണ്. പക്ഷേ കാഫിനെ സിയാദ ചെയ്ത കാരണം കൊണ്ട് നസ്ബ് എന്ന ഇനത്തിൽ നിന്ന് ഇറാബ് ജറ് എന്ന ഇനത്തിലേക്ക് മാറിയ കലിമത്തായി ഏത് ലൈസ കമിസ്ലിഹി എന്നത്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള മജാസുകൾ, ഈ മജാസ് അഥവാ മജാസുൽ ഹദ്ഫും മജാസു സിയാദയും തുഹ്ഫത്തുൽ ഇഖ്വാനിൽ നിന്ന് പഠിക്കൂല, മുഖ്തസർ എന്നാ പഠിക്കുക. ജലാലൈനി അതും സൂചിപ്പിച്ചിട്ടുണ്ട്. ജമ്മുൽ ജവാമിയിൽ നിന്നും അത് പഠിക്കും, ജലാലൈനി അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ബസ്തായി ജമ്മുൽ ജവാമിയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെ തുടങ്ങി പലയിടത്തും ഖുർആനിലുള്ളത് ഇസ്തിആറത്ത് തംസീലിയയാണ് എന്ന് ജലാലൈനി സൂചിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിന് തംസീൽ എന്നാണ് ജലാലൈനി പ്രയോഗിക്കുക. ചെറിയ വാക്കുകൊണ്ട് ജലാലൈനി അത് വലിയ സംഭവമായി ബോധ്യപ്പെടുത്തും. അപ്പോൾ അത് ക്ലാസ് എടുക്കണമെങ്കിൽ ചിലപ്പോൾ ജലാലൈനിയുടെ ഒരൊറ്റ കലിമത്ത് ക്ലാസ് എടുക്കാൻ ഒരു ദിവസം എടുക്കേണ്ടി വരും, 1 മണിക്കൂർ എടുക്കേണ്ടി വന്നേക്കാം. ഇவ்விധവും ജലാലൈനി ഉണ്ട്. അങ്ങനെയും നമ്മൾ ക്ലാസ് എടുത്ത് പരിചയമുണ്ട്. ജലാലൈനിയുടെ ഒരു വാക്ക് വിശദീകരിച്ച് മണിക്കൂറായ സംഗതിയും അത്ര ജലാലൈനിക്ക് ആഴമുണ്ട് എന്ന് ബോധ്യപ്പെടാൻ മുത്തഅല്ലിമീങ്ങളുടെ മുമ്പിൽ അങ്ങനെയും അവതരിപ്പിച്ച ദിവസമുണ്ടായിട്ടുണ്ട്. ഇത്ര ആഴം ജലാലൈനിക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ത് സബബുൻ നുസൂലും വളരെ ചുരുക്കി ജലാലൈനി പറയും. യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ അക്ഷരങ്ങളെക്കാൾ സ്വല്പം അക്ഷരങ്ങളെ ജലാലൈനിയിൽ കൂടുതലുള്ളൂ. എന്നിട്ട് പോലും അതിലിതെല്ലാം എല്ലാ തരത്തിലുള്ള മജാസുകളും. എന്നാൽ ലുഗത്ത് നന്നായി അറിയണം. ജലാലൈനി തിരിയണമെങ്കിൽ ലുഗത്തിൽ നല്ല ആഴത്തിലുള്ള പാഠം വേണം. അതുകൊണ്ട് ജലാലൈനി കൈകാര്യം ചെയ്യുന്നവർ ലുഗത്ത് നന്നായി പഠിക്കണം എന്ന് വീണ്ടും പറയാണ്. ചരിത്രങ്ങൾ നന്നായി അറിയണം, സീറകൾ, പൂർവകാല അമ്പിയാക്കന്മാരുടെ സീറകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസവാത്തുകൾ അതുപോലെ ഉള്ള സീറകളും എല്ലാം നന്നായി മനസ്സിലായില്ലെങ്കിൽ ജലാലൈനിയുടെ പല ഭാഗങ്ങളും ഹല്ലാവുകയില്ല. അപ്പോൾ ചരിത്ര പഠനവും ജലാലൈനി തിരിയാൻ അനിവാര്യമാണ്. അതുപോലെ നാസിഖിനെയും മൻസൂഖിനെയും രണ്ടും ജലാലൈനി പരിചയപ്പെടുത്തും. വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ട് ഈ ആയത്ത് നാസിഖാണ്, ചിലപ്പോൾ ഇതിൻ്റെ ഹുക്മ് മഅന മാത്രം മൻസൂഖാണ് എന്ന് ബയാൻ ചെയ്യും. എന്നാൽ തിലാവത്ത് നിലവിലുണ്ട്, മഅന മാത്രം മൻസൂഖാണെന്ന് ബയാൻ ചെയ്യും. കൂടെ തന്നെ അതിൻ്റെ നാസിഖ് ഏത് എന്നും ബയാൻ ചെയ്യും വളരെ ചുരുങ്ങിയ വാക്കിൽ. അതിങ്ങനെ അർത്ഥം വെച്ച് പോയാൽ എന്താ പറഞ്ഞു തിരിയണമെന്നില്ല. ഈ വിധം സർവജ്ഞാനങ്ങളുടെ ഒരു സമാഹാരമാണ് ജലാലൈനി എന്ന് വേണം ചുരുക്കി മനസ്സിലാക്കാൻ. ഇതുകൊണ്ടാണ് ഇമാം സുയൂത്തി തങ്ങൾ അതിൻ്റെ തലഭാഗത്ത് ഞാൻ ഇമാം മഹല്ലി ചെയ്തതിൻ്റെ അതേ റൂട്ടിലുള്ള ഒരു പൂർത്തീകരണേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ബി തത്തിമ്മത്തിൻ അലാ നമത്തി,
മഹല്ലി ഇമാം തങ്ങളുടെ അതേ റൂട്ടിലുള്ള പൂർത്തീകരണം. അതെന്താ? മിൻ ദിക്രി മാ യുഫ്ഹമു ബിഹി കലാമുല്ലാഹി തആല, അല്ലാഹു തആലയുടെ കലാമ് ഒരു ചുരുങ്ങിയ രീതിയിൽ മനസ്സിലാകാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയാം. പൊതുവെ ഏത് തഫ്സീറിൻ്റെ കിതാബ് എടുത്താലും ഒരുപാട് ചർച്ചകളുണ്ടാവും. ഇപ്പോൾ തഫ്സീർ റാസി, തഫ്സീറുൽ കബീർ എടുത്താൽ ഒരുപാട് ചർച്ചകളുണ്ടാവും. എന്ന് പറഞ്ഞാൽ അതൊക്കെ തഫ്സീറുമായി ബന്ധമുള്ളതാണ്. കാരണം എല്ലാ ഇൽമുകളുടെയും അടിസ്ഥാനം വിശുദ്ധ ഖുർആനാണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഖുർആനിലെ ഓരോ ആയത്തുകളിലും നമ്മുടെ മശായിഖും അയിമ്മത്തും നദർ നടത്തിയ പോലെ അവരുടെ ബാക്കിൽ നിന്ന് നമ്മൾ നദർ നടത്തിയാൽ നമുക്ക് ബോധ്യപ്പെടും. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ശൈഇൻ, ഖുർആനിൽ ഒന്നും ഒഴിവാക്കിയിട്ടില്ല, ഖുർആനിലില്ലാത്ത ഒന്നുമില്ല. നമ്മുടെ ഇമാം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ എന്തും ചോദിച്ചോളൂ, ഏത് ചോദ്യത്തിനും ഖുർആൻ കൊണ്ട് മറുപടി പറയും എന്നതാണ് ഖുർആനിൻ്റെ അവസ്ഥയെങ്കിൽ ഇത് മനസ്സിലാകാൻ സംഭവം ജലാലൈനി മതി. വളരെ ഹ്രസ്വമായി പറയും. വരീത്തിമാദി അലാ അർജഹിൽ അഖ്വാൽ, ഏറ്റവും റാജിഹായ ഖൗലിനെ ആണ് ജലാലൈനി അവലംബമാക്കുക. വഇറാബിമാ യുഹ്താജു ഇലൈഹി, ഇറാബിമാ യഹ്താജു ഇലൈഹി, ഇറാബിലേക്ക് ആവശ്യമായിട്ടുള്ള പദത്തിൻ്റെ ഇറാബ് ബയാൻ ചെയ്തു തരും. വതൻബീഹിൻ അലൽ ഖിറാഅത്തിൽ മുഖ്തലിഫത്തിൽ മശ്ഹൂറ, പ്രസിദ്ധമായ ഖിറാഅത്തുകളെ ഉണർത്തിത്തരും. ഈ പണിയെല്ലാം കൂടെ ചെയ്യുമ്പോൾ ഒരുപാട് വാള്യങ്ങൾ നീണ്ടുകിടക്കുമെന്ന് തോന്നും. അലാ വജിഹിൻ ലത്തീഫിൻ, വളരെ ചുരുങ്ങിയ രീതിയിൽ എന്നാൽ ഏറെ ഭംഗിയായ രൂപത്തിലും. അലാ വജിഹിൻ ലത്തീഫിൻ, വളരെ ചുരുങ്ങിയതും ഏറെ ഭംഗിയായതുമായ രൂപത്തിൽ. വതഅബീരിൻ വജീസിൻ, നല്ല ഹ്രസ്വമായ പ്രയോഗത്തിലൂടെ. വതർക്കി തത്വീലി ബിദിക്രി അഖ്വാലിൻ ഗൈരി മർദിയത്തിൻ, മറ്റ് തഫ്സീറിൻ്റെ കിതാബുകളിലുള്ള പോലെ തൃപ്തികരമല്ലാത്ത പല ഖൗലുകളെയും പറഞ്ഞ് ദീർഘിപ്പിക്കുന്ന പ്രശ്നമില്ല. കാരണം ഇത് ഓതാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ജലാലൈനി തന്നെ സിലബസിൽ ഉൾപ്പെടുത്തിയത്? അതിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഇമാം സുയൂത്തി തങ്ങൾ അതിൻ്റെ തലഭാഗത്ത് പറഞ്ഞത്. അത് എന്തിനാണെന്ന് വെച്ചാൽ, വേറെ ഒരു തഫ്സീറിൻ്റെ കിതാബാണെങ്കിൽ അത് മുഴുവൻ ഓതി തീർക്കൽ സാധ്യമല്ല. ജലാലൈനിയാകട്ടെ മുഴുവൻ ഓതി തീർക്കൽ സാധ്യമാണ്. അല്ല, ഓതി തീർക്കണം. ഖുർആനിൻ്റെ എല്ലാ ഭാഗത്തേക്കും കണ്ണെത്തിയിരിക്കണം. കാരണം നാം തിലാവത്തിൻ ബി തദബ്ബുരിൽ മാന കടമപ്പെട്ടവരാണ്. മാന ചിന്തിച്ച് ഓതാൻ ബാധ്യസ്ഥരായതുകൊണ്ട് ഖുർആനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ണെത്തിയിരിക്കണം. അതിനൊരു തഫ്സീർ ഓതൽ നിർബന്ധമാണ്. എന്നാലോ ഓതാൻ പറ്റുന്ന വിധത്തിൽ പാകപ്പെട്ടത് ജലാലൈനിയാണ്. പിന്നെ അതിൽ കുറച്ചൊക്കെ ഇസ്രായേലിയാത്തില്ലേ എന്നതാണ് ചോദ്യം. ഇസ്രായേലിയാത്ത് ഉണ്ട് എന്നും വേണം പഠിക്കുക. ഇസ്രായേലിയാത്തിനെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയല്ല ഇസ്രായേലിയാത്ത് കൊടുത്തത്. ഇസ്രായേലിയാത്ത് എന്ന് പറഞ്ഞാൽ അത് തഫ്സീറിൻ്റെ കിതാബിൽ ഉണ്ടാകൽ അനിവാര്യമാണ്, ഇസ്രായേലിയാത്ത്. പക്ഷേ അത് ഇസ്രായേലിയാത്താണെന്ന തിരിച്ചറിവ് വേണം, വിശ്വസിക്കാനല്ല. അമ്പിയാക്കളെ അതുപോലെ മലായിക്കത്തിനെ ചിലപ്പോൾ വേണമെങ്കിൽ അല്ലാഹു തആലയെ തന്നെ മോശപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ, കഥകളും വാർത്തകളും ഈ ബനു ഇസ്രായേൽ ആണ് നേരത്തെ ഇതിലേക്ക് കടത്തിക്കൂട്ടുന്നത്. ഖുർആനിലേക്കല്ല അവർ പ്രചരിപ്പിച്ച് പല തരത്തിലുള്ള ചരിത്രങ്ങളും കഥകളും കെട്ടിക്കൂട്ടി ഉണ്ടാക്കി ജനങ്ങളുടെ മുമ്പിൽ അത് അവർ പഠിപ്പിച്ചു, അവതരിപ്പിച്ചു. അപ്പോൾ റിവായത്ത് ചെയ്യപ്പെട്ടത് മുഴുവൻ റിവായത്ത് ചെയ്ത് പിൻതലമുറകളിലേക്ക് കൈമാറിക്കൊടുക്കുക എന്നതൊരു സേവനമാണ്. പക്ഷേ എല്ലാ മർവിയും സ്വീകരിക്കാൻ പറ്റില്ല എന്നത് മറ്റൊരു കാര്യവുമാണ്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, ഇൽമിന് വിരുദ്ധമായ ഒന്നിനെയും പിൻപറ്റാൻ പാടില്ല എന്ന് അല്ലാഹു തആല കർശനമായി വിലക്കിയിട്ടുണ്ട്.
അതുകൊണ്ട് ഇൽമിന് വിരുദ്ധമായ അഥവാ ദൃഢമായ വിശ്വാസത്തിന് വിരുദ്ധമായ അമ്പിയാക്കളെക്കുറിച്ച് ഇസ്മത്ത് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇസ്മത്ത് അമ്പിയാക്കൾക്ക് ശർഈയായി മാത്രമല്ല അഖ്ലിയായ വാജിബാണ് ഇസ്മത്ത്. ആ ഇസ്മത്തിനെ വരെ കളങ്കം വരുത്തുന്ന ഒരുപാട് കഥകൾ നേരത്തെ ജൂതന്മാരും ക്രൈസ്തവരും കടത്തിക്കൂട്ടിയിട്ടുണ്ട്, നിർമ്മിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ അവരിലേക്ക് ചേർത്തിട്ടാണ് ഇസ്രായേലിയാത്ത് എന്ന് പറയുന്നത്. ബനൂ ഇസ്രായേലിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ ഇളാഫിയായ മുറക്കബായതുകൊണ്ട് ആ രണ്ടാമത്തെ ജുസുവിലേക്കാണല്ലോ നിസ്ബ ചെയ്യുക. ഇസ്രായേലിലേക്ക് നിസ്ബ ചെയ്തപ്പോൾ ഇസ്രായേലിയത്തായി. ബനൂ ഇസ്രായേലരായ ആളുകൾ നിർമ്മിച്ചുണ്ടാക്കിയ പ്രചരിപ്പിച്ച ഖസസും അഖ്ബാറും കഥകളാണ് ഇസ്രായേലിയത്ത്. അതിൻ്റെ ജമ്മാണ് ഇസ്രായേലിയാത്ത്. ഇത് ജലാലൈനി പരസ്പരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്തിനു പറഞ്ഞു? ജലാലൈനി ഓതാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിൽ തന്നെ അത് പറയണം. പറഞ്ഞില്ലെങ്കിൽ വേറെ വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ അതുണ്ടാകും. അതുണ്ടാകുമ്പോൾ തെറ്റിദ്ധരിക്കും. അതേസമയം ഓതുന്ന കിതാബിൽ ഉണ്ടാകുമ്പോൾ അവരുടെ ഉസ്താദുമാർ അത് ഇസ്രായേലിയത്താണ്, കെട്ടുകഥയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും. ചിലയിടത്ത് ഇസ്രായേലി കഥയാണ് എന്ന് തോന്നാവുന്ന സ്ഥലങ്ങളിൽ തഅ്വീൽ ചെയ്താൽ ശരിയായ വിധം മഅന വെക്കുമ്പോൾ അത് ഇസ്രായേലി കഥയല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുമുണ്ട്. ഇതും ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കും. അതേസമയം ഓതാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലാത്ത കിതാബുകളിൽ അത്തരത്തിലുള്ള കഥകൾ ഉണ്ടാകുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയില്ല. ഇതൊരു ഷെയ്ഖിൻ്റെ മുമ്പ് നിന്നാണ് ഓതുക. ആ ഷെയ്ഖിന് ആ ഷെയ്ഖിൻ്റെ ഷെയ്ഖിൽ നിന്ന് കിട്ടും. എൻ്റെ വാലിദ് റഈസുൽ ഉലമ ജലാലൈനി ഓതിയത് അഹഖുൽ മുഹഖിഖീൻ കൈപ്പറ്റ ഉസ്താദിൻ്റെ അടുത്തു നിന്നാണ്. തിൽക്കൽ ഖുറാനീഖുൽ ഉല എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നൊരു കഥയുണ്ടല്ലോ. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖ്റ എന്നതിൻ്റെ ശേഷം തിൽക്കൽ ഖുറാനീഖുൽ ഉല വഇന്ന ശഫാഅതഹുന്ന ലതുർതജ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിസാനിലൂടെ വന്നു എന്ന് തോന്നിപ്പിക്കുന്ന പ്രയോഗം ജലാലൈനിയിൽ ഉണ്ട്. ജലാലൈനിയിൽ അതുണ്ടാവണം. എന്തിന്? അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഉണ്ടാവണം. അതോതിയപ്പോൾ കൈപ്പറ്റ ഉസ്താദ് പറഞ്ഞു പോലും ഇത് ഇസ്രായേലിയത്താണ്. അതൊന്നും ശരിയല്ല. നമുക്ക് ബോധ്യപ്പെടും. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ അഥവാ തിൽക്കൽ ഖുറാനീഖുൽ ഉല വഇന്ന ശഫാഅതഹുന്ന ലതുർതജ എന്ന് പറഞ്ഞപ്പോൾ ആ കഥയിലുള്ളത് അത് കേട്ടതിൻ്റെ പേരിൽ ഫരിഹൽ മുശ്രിക്കൂൻ, മുശ്രിക്കീങ്ങളൊക്കെ വളരെ സന്തുഷ്ടരായി. അവരൊക്കെ സുജൂദ് ചെയ്തു. എന്തിനാ സുജൂദ് ചെയ്തത്? അവരുടെ വിഗ്രഹങ്ങളെ പുകഴ്ത്തി പ്രശംസിച്ചു. ആ വിഗ്രഹങ്ങളുടെ ശഫാഅത്ത് പ്രതീക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ അവർ സന്തുഷ്ടരായി. ആ സന്തോഷം കൊണ്ട് അവർ സുജൂദ് ചെയ്തു എന്നാണ് ഇതിൽ നിന്ന് പ്രത്യക്ഷമായി മനസ്സിലാക്കപ്പെടുക. ആ കഥയെ അത് ഇസ്രായേലിയത്താണ്. അങ്ങനെ ഒരൊറ്റ സഹിയായ ഹദീസിനും സ്ഥിരപ്പെട്ടിട്ടില്ല. അത് മൗദൂ ആണ് എന്ന് അന്ന് കൈപ്പറ്റ ഉസ്താദ് പറഞ്ഞതായി ഞങ്ങൾക്ക് ജലാലൈനി ഓതി തന്നപ്പോഴും മറ്റും വാലിദ് പറഞ്ഞിട്ടുണ്ട്. അത്താലല്ലാഹു ഹയാത്തഹു മഅ കമാലിൽ ആഫിയ. ഇങ്ങനെ വേണമെങ്കിൽ ജലാലൈനി ഇസ്രായേലിയാത്ത് പറയുമ്പോൾ അവർക്ക് ഉള്ള ഉത്തരവാദിത്വം തഫ്സീറാണ് എന്നുള്ളത് കൊണ്ട് ആർക്കും മനസ്സിലാകും ഇത് നഖൽ കൊണ്ട് കിട്ടിയത് പറയാണ്. മനസ്സിലാവും, നഖൽ കൊണ്ട് കിട്ടിയത് പറയാണ്. അപ്പോൾ ഈ നാഖിൽ ആര് എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്?
ഈ നഖ്ല് കേൾക്കുന്ന ആൾക്ക് ഉണ്ട്. തസ്സീഹുൻ നഖ്ല് എന്ന ഒരു കാര്യം നാം റശീദി ഓതുമ്പോൾ പഠിച്ചിട്ടുണ്ടല്ലോ. നഖ്ല് പറഞ്ഞാൽ ആ നഖ്ലിനെ തസ്സീഹ് ചെയ്യണം. അതിൻ്റെ അവലംബം, അടിസ്ഥാനം ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത ഉണ്ട്. ജലാലൈനിയുടെ തഫ്സീർ വളരെ ഹ്രസ്വമായതുകൊണ്ട് ഈ ബാധ്യത പഠിതാവിനാണ് ഉള്ളത്. അഥവാ അവരുടെ ദൗത്യം മർവിയായത് പറഞ്ഞു തരിക എന്നതാണ്. അപ്പോൾ ആ ആയത്തുകൾ അത്തരത്തിൽ പ്രത്യേകമായി അംബിയായിനെയും മറ്റും തേജോവധം ചെയ്യുന്ന കഥകൾ കെട്ടിനിർമ്മിച്ചുണ്ടാക്കപ്പെട്ടിട്ടുള്ള ഭാഗത്ത് ആ ആയത്ത് പറയുമ്പോൾ അവിടെ അല, ഇവിടെ ഇങ്ങനെ ഒരു റിവായത്തുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ എന്ന ഒരു തട്ടി ഉണർത്തലാണ് ജലാലൈനി അതിലൂടെ നടത്തുന്നത്. അല, ഇവിടെ ഇങ്ങനെ ഒരു റിവായത്ത് ചെയ്യപ്പെടുന്ന കെട്ടുകഥയുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ എന്നൊരു ഉണർത്തലാണ്. ഈ ഉണർത്തലിൻ്റെ പദപ്രയോഗം ജലാലൈനി നേരത്തെ നാം പറഞ്ഞ പോലെ ഇവിടെ ഒരു മുഖദ്ദറായ സുആലുണ്ട്, അല്ലെങ്കിൽ ഫൈൻ കുൽത്ത, നീ ഇങ്ങനെ ചോദിച്ചാൽ അതിന് ഇന്നതാണ് മറുപടി എന്ന ശൈലി ജലാലൈനി ഇഖ്തിസാറിന് വേണ്ടി ഒഴിവാക്കിയ പോലെ ഇവിടെ ഇങ്ങനൊരു കെട്ടുകഥയുണ്ട്, ശ്രദ്ധിച്ചോ എന്ന് പറയൽ ജലാലൈനി വിട്ടു. ഇത് തഫ്സീർ ഓതുന്ന, തഫ്സീർ കൈകാര്യം ചെയ്യുന്ന ആരുടെയും ബാധ്യതയാണ്. തഫ്സീറിൻ്റെ സ്വഭാവമാണ് അത്തരത്തിൽ ഖുർആനിൻ്റെ വിവിധ ആയത്തുകളിൽ ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ നിർമ്മിച്ചുണ്ടാക്കപ്പെടുക, അല്ലാഹു തആലയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി, അംബിയായിനെയും മലക്കുകളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കഥകൾ പടച്ചുണ്ടാക്കുക എന്നത് ഖുർആൻ ദുരുപയോഗം ചെയ്യാനായി ഖുർആനിൻ്റെ ശത്രുക്കൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അന്ന് കാലത്തെ തുടങ്ങിവെച്ച പരിപാടിയാണ്. സ്വഹാബത്തിൻ്റെ കാലത്തെ ഈ ബനു ഇസ്രായേൽ ഈ രംഗത്ത് സജീവമായിട്ടുണ്ട്. പലതും അവർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്താണ് പറയാറുള്ളത്, പലതും ഇബ്നു ഉമർ തങ്ങളിലേക്ക് ചേർത്താണ് പറയാറുള്ളത്, പലതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്താണ് പറയാറുള്ളത്, പലതും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്താണ് പറയാറുള്ളത്. ഇങ്ങനെ ഖുർആനിൻ്റെ തഫ്സീറിലും പരിശുദ്ധ ദീനിൻ്റെ തഅലീമിലും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട സ്വഹാബിമാരിലേക്ക് ചേർത്ത് പറഞ്ഞാൽ ഇതിലൂടെ പാവങ്ങളെ വലവീശാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി നേരത്തെ ഇസ്ലാമിൻ്റെ അഅദാ ഒപ്പിച്ചുണ്ടാക്കിയതാണ് ഇസ്രായേലിയാത്ത്. അതുകൊണ്ട് ഓരോ ആയത്തിലേക്കും അത് ചേർത്ത് വെച്ച് ചിലവഴിക്കലാണ് അവരുടെ സ്വഭാവം. ഇന്നും പരിശുദ്ധ ഖുർആനിനെ ധാരാളം ദുരുപയോഗം ചെയ്യുന്നത് നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പരിശുദ്ധ ഖുർആൻ തന്നെയാണെന്ന് നമുക്ക് അനുഭവത്തിലൂടെ അറിയാം. ഇത് പണ്ടേയുള്ള പരിപാടിയാണ്. അഥവാ ഇതിൻ്റെ മുഴുവൻ അടിസ്ഥാനം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. അവൻ അന്നും ഇന്നും അവനും അവൻ്റെ ജുനൂദുമുള്ളത് കൊണ്ട് ഈ പരിപാടികൾ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തഫ്സീറിൻ്റെ സ്വഭാവമാണ് അത്തരത്തിൽ പലതും പറയപ്പെടുക എന്നത്. ആ കിട്ടിയതൊക്കെ റിവായത്ത് ചെയ്തിരിക്കണം, ചെയ്തെങ്കിലേ അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക സാധ്യമാകൂ. അപ്പോൾ ജലാലൈനിയിൽ അത് പറയണം. അങ്ങനത്തെ കഥകൾ കണ്ടാൽ നാം മനസ്സിലാക്കേണ്ടത് ഈ ആയത്തിനെ ചുറ്റിപ്പറ്റി ഇത്തരത്തിലുള്ള കെട്ടുകഥ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്ന തിരിച്ചറിവ് വേണം. അത് വിശ്വസിക്കരുത്. കാരണം ജലാലൈനി അതിന് അത്തരത്തിലുള്ള കഥകൾക്ക് പ്രധാനമായി അടിസ്ഥാനപ്പെടുത്തിയത് തഫ്സീറു ത്വബരിയാണ്. തഫ്സീറു ത്വബരിയിൽ ഓരോന്ന് പറയുമ്പോഴും, ശരി പറയുമ്പോഴും, ഖത്അകൾ പറയുമ്പോഴും, മൗദൂഉകൾ പറയുമ്പോഴും, ഇത്തരത്തിലുള്ള നിർമ്മിച്ചുണ്ടാക്കിയ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോഴും മുഴുവൻ സനദ് പറയും.
സനദ് പറയുന്നതോടുകൂടെ അവരുടെ ഉത്തരവാദിത്തം ബാധ്യത വീടിക്കഴിഞ്ഞു. ജലാലൈനി സൂചിപ്പിക്കുന്നത് ഇത് മുഴുവൻ മർവിയായതുകൊണ്ട് വിശദമായ സനദോടുകൂടെ ഇത് വിവരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളെ നിങ്ങൾ അവലംബിക്കേണ്ടതാണ് എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള കഥകളുള്ളിടത്ത് നാം ചുരുങ്ങിയത് തഫ്സീറു ത്വബരി നോക്കണം. പലയിടത്തും ദുറുൽ മൻസൂർ, ഒരു ജലാലാണല്ലോ ഇമാം സുയൂത്തി തങ്ങൾ, അവരുടെ ദുറുൽ മൻസൂർ നോക്കിയാലും ചിലയിടത്ത് പരിഹാരമാകും. അത്തരത്തിൽ തഫ്സീറിനെ സനദ് സഹിതം പറയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ മെയിൻ ആയി ഈ കാര്യങ്ങൾക്ക് നാം അവലംബിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് തഫ്സീറു ത്വബരി എന്ന് ഞങ്ങൾ ജലാലൈനി ഓതുന്ന കാലത്ത് ശൈഖുന റഈസുൽ ഉലമ പറഞ്ഞു തന്നിട്ടുണ്ട്. അവർക്ക് ആ വിവരം കൈപ്പറ്റ ഉസ്താദിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറയാൻ പറ്റും തിൽക്കൽ ഖുറാനിഖുൽ ഉല, വളരെ സമുന്നതമായ ജലപക്ഷികളാണ് ആ ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ. അതുകൊണ്ട് വഇന്ന ശഫാഅത്തഹുന്ന ലതുർതജാ, അവയുടെ ശഫാഅത്ത് തീർച്ചയായും പ്രതീക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്നതിന് കൃത്യമായ തെളിവുണ്ട്. എന്താ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്നാമിനെ തകർക്കാൻ വന്നിട്ടുള്ളവരാണ്, ശിർക്ക് നിർമാർജനം ചെയ്യാൻ വന്നിട്ടുള്ളവരാണ്, തൗഹീദ് സ്ഥാപിക്കുന്നതിനും നിലനിർത്തുന്നതിനും വളർത്തുന്നതിനും വേണ്ടി വന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെയുള്ള നബിതങ്ങൾ ആ തൗഹീദിന് ഘടകവിരുദ്ധമായ വാക്കുകൾ പറയുന്നതോടുകൂടെ തങ്ങളുടെ ദൗത്യത്തിൻ്റെ ലക്ഷ്യം നഷ്ടപ്പെടും. ഇവിടെ തങ്ങൾ മാത്രമല്ല പരാജയപ്പെടുക, അല്ലാഹു തആലയും പരാജയപ്പെട്ടു എന്ന് വരും. ഈ ഉൽപ്പതിഷ്ണുക്കൾ തങ്ങളുടെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അള്ളാഹുവിനെയും പരാജയപ്പെടുത്തലാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഏത് തഫ്സീറിൻ്റെ കിതാബിൽ എങ്ങനെ എഴുതി വെച്ചാലും നാം വിശ്വസിക്കുന്നു ആ ഹബീബുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫമുസ് ശരീഫിലൂടെ അത് പറയില്ല. പിന്നെ ചിലർ പറഞ്ഞിട്ടുള്ളത് തങ്ങൾ പറഞ്ഞതാവൂല, പിന്നെ തങ്ങൾ അവിടെ സക്ത ചെയ്തപ്പോൾ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ശൈത്താനാണ് സംസാരിച്ചതായിരിക്കും, അങ്ങനെ പറഞ്ഞവരുണ്ട്. വേറെ ചിലർ തങ്ങളറിയാതെ തങ്ങളിലൂടെ ശൈത്താൻ സംസാരിച്ചതായിരിക്കും. രണ്ടും രണ്ടാണ്. ശൈത്താൻ അവിടെ ജബർ ചെയ്തു, തങ്ങളെ കീഴടക്കി, തങ്ങളെ നാവിലൂടെ തങ്ങളറിയാതെ ശൈത്താൻ സംസാരിച്ചു എന്ന് ന്യായീകരിക്കുന്നവരുണ്ട്. അപ്പം തങ്ങൾക്ക് അതിൽ കുറ്റമില്ലല്ലോ. ഇതും ഖുർആന് വിരുദ്ധമാണ്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എൻ്റെ ശരിയായ എന്നിലേക്ക് തശ്രീഫിൻ്റെ ഇളാഫത്ത് ചെയ്യാൻ പറ്റിയ എൻ്റെ ഇബാദിൻ്റെ മേലിൽ പിശാചേ നിനക്ക് യാതൊരു സ്വാധീനവുമില്ല എന്ന് അല്ലാഹു തആല തീർത്ത് പറഞ്ഞെങ്കിൽ അള്ളാഹുവിൻ്റെ ഇബാദിൽ ഏറ്റവും മികച്ച അബ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നതിൽ രണ്ടഭിപ്രായം ഇല്ല. അല്ലാഹു തആല തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തങ്ങളുടെ നാവിലൂടെ ശൈത്താൻ സംസാരിക്കുമോ? ഇല്ല. ഇനി തങ്ങൾ നിർത്തിയപ്പോൾ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ശൈത്താൻ സ്വന്തം വകയായി കയറ്റിക്കൊടുത്തതാണ് എന്ന് വെച്ചാൽ സുബ്ഹാന റബ്ബി, പരിശുദ്ധ ഖുർആനിൻ്റെ വിശ്വസ്തത വരെ നഷ്ടപ്പെടും. ഓരോന്നും ആ സൗണ്ട് ശൈത്താൻ ഉണ്ടാക്കിയതാണോ ആണോ എന്ന് തോന്നിയാൽ ഖുർആനിനെ പറ്റിയുള്ള വിശ്വാസം വികലപ്പെടും. അതേസമയം മറുപടി പറഞ്ഞവരുണ്ട്. ഇപ്പോൾ നാം പറഞ്ഞത് തങ്ങൾ മനഃപൂർവ്വം പറഞ്ഞതാകാൻ വയ്യ. മനഃപൂർവ്വം പറഞ്ഞാൽ ആള് മുശ്രിക്കാകും. വിഗ്രഹങ്ങളെ പ്രശംസിച്ച് മനഃപൂർവ്വം പറഞ്ഞാൽ അവകളെ ദൈവങ്ങളാക്കിയാൽ ആള് മുശ്രിക്കാകും. തങ്ങൾ മുശ്രിക്കായി എന്ന് വരേണ്ടി വരും. ഇത് അഖ്ലിയായ മുഹാലാണ്.
ഇനി തങ്ങളുടെ ലിസാനിലൂടെ തങ്ങളറിയാതെ പിശാച് സംസാരിച്ചു എന്ന് വെച്ചാൽ അതും ഖുർആനിന് വിരുദ്ധമാണ്. ഇനി തങ്ങളുടെ ലിസാനിലൂടെ സംസാരിച്ചിട്ടില്ല, തങ്ങളുടെ സക്തയുടെ നേരം പിശാച് ആ സദസ്സിൽ വെച്ച് ബഹളമുണ്ടാക്കിയതാണ് എന്ന് വെച്ചാൽ ഖുർആനിനെ കുറിച്ച് അവിശ്വാസത്തിന് കാരണമാകും. അതുകൊണ്ട് ഇതൊന്നും വെക്കാൻ വയ്യ. കാരണം ഇത് ഇല്ലേ. ഇനി ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ അതിന് മറുപടി പറഞ്ഞ അയിമ്മത്തുണ്ട്. എന്നാ മറുപടി കളിയാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. തിൽക്കൽ ഖുറാനീഖുൽ ഉല, ഇവറ്റങ്ങളാണോ ഏറ്റവും സമുന്നതമായ ജലപക്ഷികൾ? വഇന്ന ശഫാഅത്തഹുന്ന ലതുർതജ, അതാണോ പ്രതീക്ഷിക്കുക എന്ന് കളിയാക്കി പറഞ്ഞതായിരിക്കാം. അപ്പോ വിഗ്രഹങ്ങളെ പ്രശംസിക്കലല്ലോ എന്ന് മറുപടി പറഞ്ഞവരുണ്ട്. പക്ഷേ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലിയല്ല. വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഇൽം. വേണ്ടത് ഇതിന് സനദ് പരിശോധിച്ചാൽ ഒരു സഹിയായ സനദ് ഇതിന് കൊണ്ടുവരാൻ സാധിക്കില്ല, ഹസനും കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന മറുപടിയാണ് അതിൽ ഏറ്റവും ശരിയായ മറുപടി. ഇങ്ങനെ ഓരോ ഇസ്രായേലിയാത്തിനെയും നമുക്ക് മനസ്സിലാക്കാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മുൽക്ക് പോയ സംഭവമുണ്ട്. ജലാലൈനിയിൽ രണ്ട് ഭാഗത്തെങ്കിലും ചിലപ്പോൾ അതുണ്ടാകും. ലമ്മാ നുസിയ മുൽക്കുഹു എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അത് വേണമെങ്കിൽ തഅ്വീൽ ചെയ്യപ്പെടാം. മുൽക്ക് നീക്കപ്പെട്ടു, അഥവാ കഥ നമുക്കറിയാലോ. കഥ അറിയില്ലേ? എന്താണ് കഥ? സുബ്ഹാന റബ്ബി, വല്ലാത്ത കഥയാണ്. അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മുൽക്ക് കൊടുത്തു എന്ന് അള്ളാഹു ഖുർആനിലൂടെ പ്രഖ്യാപിക്കുക. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ രാജാധികാരം ഈ മോതിരത്തിന്മേലായിരുന്നു എന്ന് കഥ പറയാം. ആ മോതിരം ആരിട്ടാലും അയാൾ രാജാവാകും പോലും. എന്തൊരു വെടിയാണ് റബ്ബേ! അങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്സലാം ഖലായിലേക്ക് പോയപ്പോൾ മോതിരം അമീന എന്ന് പറയുന്ന പെണ്ണിൻ്റെ അടുത്ത് കൊടുത്ത് അമീനയിൽ നിന്ന് സഖറുൽ മാരിദ് എന്ന ജിന്ന് കയ്യിലാക്കി. സുലൈമാൻ നബി അലൈഹിസ്സലാം ഖലായിൽ നിന്ന് വന്നപ്പോഴത്തിന് പിന്നെ ഭരണം ആര് പിടിച്ചു? സഖറുൽ മാരിദ് പിടിച്ചു. കാരണം മോതിരണ്ട്, മോതിരത്തുമേല ഭരണം. സുബ്ഹാനല്ലാഹ്. അതൊരു കഥ. ഈ കഥ ഒരു നബിയെക്കുറിച്ച് എങ്ങനെ പറയാൻ പറ്റും? ബഹറുൽ മുഹീത്തിൽ വളരെ നന്നായി ശക്തമായി അതിനെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ജലാലൈനി ഓതുമ്പോൾ ബഹറുൽ മുഹീത്തും എടുക്കണം. അബൂ ഹയ്യാൻ്റെ ദുറുൽ മൻസൂറും നോക്കണം. ദുറുൽ മൻസൂറിലാണ് അതിൻ്റെ വിശദ വിവരം ഇമാം സുയൂത്തി പറഞ്ഞിട്ടുള്ളത്. ഇമാം സുയൂത്തി എഴുതിയ ഭാഗത്താണല്ലോ അതുള്ളത്, സൂറത്തുൽ ബഖറയിലല്ലേ. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് നൂസിയ ലമ്മാ നുസിയ മുൽക്കുഹു വത്തബഉ മാ തത്ലു ശയാത്തീൻ അലാ മുൽക്കി സുലൈമാൻ മിനസ് സിഹിരി വകാനത്ത് ദഫനത്തുഹു തഹത കുർസിയിഹി ലമ്മാ നുസിയ മുൽക്കു ഔ കാനത്ത് തസ്തരിഖു സമഅ എന്നാണ് ഇമാം സുയൂത്തി എഴുതിയ ഭാഗത്ത് ജലാലൈനിയിൽ ഉള്ളത്.
വത്തബഉ മാ തത്ലു ശയാത്തീൻ അലാ മുൽക്കി സുലൈമാൻ. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ഭരണകാലത്ത് ശൈത്താന്മാർ പാരായണം ചെയ്തതിനെ അവർ പിന്തുടർന്നു. ആ മാ എന്തിനാൽ? മിനസ്സിഹിറിനാൽ. വക്കാനത്ത് ആ സിഹിറായിരുന്നു, വക്കാനത്ത് ശയാത്തീനായിരുന്നു, ദഫനത്തുഹു സിഹിറിനെ കുഴിച്ചു മൂടിയവരായിരുന്നു, തഹ്ത കുർസിയിഹി സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ സിംഹാസനത്തിന് ചുവട്ടിൽ. എപ്പോൾ ലമ്മാനുസിയ മുൽക്കു, സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ഭരണം നീക്കപ്പെട്ടപ്പോൾ എന്നർത്ഥം വെക്കും. എന്നിട്ട് അവിടെയാണ് ഈ കഥ പറയുന്നത്. എങ്ങനെ ഭരണം നീങ്ങിയത് എന്നറിയോ? സഹുറുൽ മാരിദ് എന്ന ജിന്ന് ആ മോതിരം കയ്യിലാക്കി അവൻ സിംഹാസനത്തിൽ കയറി. അങ്ങനെയാണ് സുലൈമാൻ നബിയുടെ ഭരണം പോയത് എന്നവിടെ ആശയാണ് വിശദീകരിക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നുസിയ മജാസാണെന്ന് തേവീൽ ചെയ്യാം. തേവീലിൻ്റെ ഒരു ഉദാഹരണം പറയാണ്. ആ നുസിയ മജാസാണ് എന്ന് തേവീൽ ചെയ്യാം. അതെങ്ങനെ? യഥാർത്ഥത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ രാജാധികാരം ഇടക്കാലത്ത് പോയിട്ടില്ല. എപ്പോഴാണ് പോയത്? അവിടുത്തെ വഫാത്തോടെ പോയത്. അപ്പോൾ ലമ്മാ നുസിയ മുൽക്കുഹു എന്ന് പറഞ്ഞാൽ ലമ്മാ തൂഫിയ. ആ നസ് വഫാത്തിൻ്റെ സമയത്തോടെ ആയതുകൊണ്ട് നസ് എനിക്ക് വഫാത്ത് ലാസിമാണ്. അപ്പോൾ നുസിയ എന്ന് പറഞ്ഞത് തൂഫിയ എന്ന അർത്ഥത്തിന് മജാസായി ഉപയോഗിച്ചതാണെന്ന് വേണമെങ്കിൽ തവീൽ ചെയ്യാം. ലമ്മാ നുസിയ മുൽക്കുഹു, സുലൈമാൻ നബി അലൈഹിസ്സലാം വഫാത്തായപ്പോൾ. ശേഷം ഔകാനത്ത് തസ്തരിഖു സമഅ, അല്ലെങ്കിൽ ശൈത്താന്മാർ പാരായണം ചെയ്യുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ സിംഹാസനത്തിന് ചുവട്ടിൽ കൊട്ടാരത്തിൽ സിഹിർ കുഴിച്ചിട്ടതല്ല സംഭവം. ശൈത്താന്മാർ നേരത്തെ ആകാശലോകത്ത് മലക്കുകൾ നടത്തുന്ന ചർച്ചകൾ കട്ടുകേൾക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അത് ജ്യോത്സ്യന്മാരിലേക്കും മറ്റും കൊണ്ടുകൊടുക്കും. അതിലേക്ക് ഒരു സത്യത്തിലേക്ക് 99 നുണ കലർത്തും. ഇതാണ് സുലൈമാൻ നബിയുടെ ഭരണകാലത്ത് ശൈത്താന്മാർ ചെയ്തിരുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ജലാലൈനി പറയുന്നുണ്ട്. രണ്ടായാലും ലമ്മാ നുസിയ മുൽക്കുഹു എന്ന് പറയുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മരണം സംഭവിച്ചപ്പോൾ ശൈത്താന്മാർ ആ സിംഹാസനത്തിൽ കയ്യേറ്റം നടത്തി സീറ് കുഴിച്ചിട്ടിട്ട് പ്രചരിപ്പിച്ചു. എന്ത് പ്രചരിപ്പിച്ചു? സുലൈമാനെ മൂപ്പര് രാജാവായിനെ വെറുതല്ല, ഈ സീർ കൊണ്ടാ. നോക്കിയാണ് നിങ്ങൾ ഇതിൻ്റെ അടിയിൽ മൂപ്പര സിംഹാസനമുള്ള അടി നോക്കിയാണ് നിറച്ച് സീറ. ഇതുകൊണ്ടാണ് ആൾ ഭരണം പിടിച്ചടക്കിയത്, വെറുതല്ല എന്ന് പ്രചരിപ്പിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പറ്റി തെറ്റിദ്ധാരണ പരത്തി വഫാത്തിന് ശേഷം. ഒന്നുകിൽ അങ്ങനെ, അതാണ് മാത്തത്തുൽ ശയാത്തീൻ. അല്ലെങ്കിൽ ശൈത്താന്മാർ ആകാശലോകത്ത് നിന്ന് മലക്കുകളുടെ ചർച്ചകൾ കട്ടുകേട്ട് ഒരു സത്യത്തിലേക്ക് 99 നുണ കലർത്തി ജ്യോത്സ്യന്മാരിലേക്ക് എത്തിച്ചു കൊടുത്തു. ഈ സംഭവമാണ്. രണ്ടുമാകാം, രണ്ട് വെച്ചാലും കുഴപ്പമില്ല. കാരണം ഭരണം സഹുറുൽ മാരിദ് മോതിരം കയ്യിലാക്കി പിടിച്ചെടുക്കുക എന്നുള്ള പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അവിടെ തവീൽ ചെയ്താൽ റെഡിയാകും. ഈ ഒരു തവീൽ പഠിക്കാനും വേണം ജലാലൈനി ഓതുക. ലമ്മാ നുസിയ മുൽക്കുഹു എന്ന് പറഞ്ഞാൽ ലമ്മാ തൂഫിയ. എന്തുകൊണ്ട്? വഫാത്തായപ്പോഴാണ് ഭരണം പോയത്. ഭരണം പോയപ്പോഴാണ് വഫാത്തായത്. ലാസിം ഉദ്ദേശിച്ചാൽ മജാസാണല്ലോ, മജാസ് മുർസലാണല്ലോ. ഇനി ലമ്മാ നുസിയ മുൽക്കുഹു എന്ന് പറഞ്ഞതിന് സഹുറുൽ മാരിദ് എന്ന ശൈത്താനിൻ്റെ ഭാഗത്ത് നിന്ന് ഭരണം പിടിച്ചടക്കിയപ്പോൾ എന്നർത്ഥം വെക്കാം. അങ്ങനെ വെച്ചാൽ ഔകാനത്ത് തസ്തരിഖു സമഅ എന്ന അവ്വ് എന്താവാകണം? ഇളറാബിൻ്റെ ഇബ്താറിൻ്റെ അവ്വാകണം.
അവ്വ് ഇബ്താറിന് വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇളറാബിൻ്റെ അവ്വ് ഇബ്താറിന് വരും. മുമ്പ് പറഞ്ഞത് ബാത്തിലാണ്, അത് ശരിയല്ല എന്ന് വരുത്താൻ അവ്വ് ഉപയോഗിക്കാറുണ്ട്. അപ്പം ജലാലിനെ മനസ്സിലാക്കാൻ അവ്വ് ഇബ്താറിന് വരുമെന്ന് മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ അനുസരിച്ച് അവ്വ് തെൻവീനാണ്. ഈ രണ്ട് വിധേനെ ഈ ആയത്തിനെ തഫ്സീർ ചെയ്യാം. ഒന്നുകിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ വഫാത്തോടുകൂടെ അതിനുശേഷം ഈ ശൈത്താന്മാർ കയ്യേറ്റം നടത്തി എന്ന് വെച്ചാൽ ആ നബിയുടെ ഇസ്മത്തിനോ വലിപ്പത്തിനോ ഒരു കുഴപ്പവും വരുന്നില്ല. മറ്റൊരു വിധത്തിൽ തഫ്സീർ ചെയ്യാം. ഔകാനത്ത് സ്തരിഖുസമു, അപ്പോൾ അവ്വ് തഖ്സീമിൻ്റെ അവ്വാകും, തെൻവീൻ്റെ അവ്വാകും. അതേസമയം ലമ്മാനുസിയ മുൽക്കു എന്ന് പറഞ്ഞെടുത്ത് അവിടെ സ്വാവിയൊക്കെ വിവരിച്ച ആ കഥ പോലെയാണ് എന്ന് വെക്കുകയാണെങ്കിൽ, അഥവാ മോതിരം കയ്യേറുന്നതോടുകൂടെ ഭരണം നീങ്ങി എന്നാണ് ഉദ്ദേശ്യം എന്ന് വെക്കുകയാണെങ്കിൽ, അല്ല, അതല്ല, അങ്ങനെ പറയപ്പെടുന്നു, അതല്ല, അതല്ല, കാനത്ത് തസ്തരിഖുസം, ആ ശയാത്തീൻ കട്ടുകെട്ടിയിരുന്നു. അപ്പോൾ അവ്വ് ഇബ്താറിനാണ് എന്ന് വെക്കണം. ഇങ്ങനെ വെക്കുന്നതിന് ഇമാം സുയൂത്തിയുടെ ദുറുൽ മൻസൂർ നോക്കിയാൽ നമുക്ക് ഒരു പരിഹാരം കിട്ടും. എങ്ങനെ കിട്ടുക? ദുറുൽ മൻസൂറിൽ ഈ ഇസ്തിറാഖുസമ്മിൻ്റെ കിസ്സയാണ്. മലക്കുകളുടെ സംസാരം, ശൈത്താന്മാർ ആകാശലോകത്തേക്ക് കയറി കട്ടുകേട്ട ഈ സംഭവമാണ് പ്രധാനമായി ഊന്നി പറഞ്ഞിട്ടുള്ളത്. അഥവാ അത് പറയുമ്പോൾ സുഫിയാൻ ഇബ്നു ഉയൈന, സഈദ് ഇബ്നു മൻസൂർ, ഇബ്നു ജരീർ, ഇബ്നുൽ മുൻദിർ, ഇബ്നു അബീ ഹാത്തിം, ഹാക്കിം, ഇങ്ങനെ തുടങ്ങി നിരവധി മഹാരഥന്മാരിൽ നിന്ന് ഉദ്ധരിക്കുകയും വസഹഹു അൻ ഇബ്നു അബ്ബാസിൻ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ഭരണം നീങ്ങി എന്ന കഥ പറഞ്ഞപ്പോൾ ഇബ്നു ജരീർ അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരൊറ്റ ത്വരീഖേ പറഞ്ഞിട്ടുള്ളൂ. മറ്റേതിന് 6 ത്വരീഖ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 ത്വരീഖ് ഇസ്തിറാഖുസമ്മിൻ്റെ സംഭവം വിവരിക്കാൻ ഇതേ ഇമാം സുയൂത്തി അവിടുത്തെ തഫ്സീർ ദുറുൽ മൻസൂറിൽ പറയുകയും, അതേസമയം ഈ ഭരണം നീങ്ങി എന്ന കഥ അവതരിപ്പിക്കുമ്പോൾ ഒരൊറ്റ ത്വരീഖ് മാത്രവും പറഞ്ഞു എന്നത് ഇത് തള്ളപ്പെടേണ്ടതാണ്. കൊള്ളാനുള്ളത് ആ 6 ത്വരീഖിലൂടെ വന്നതാണ് ശരി എന്നത് ഉണർത്താനാണ് ഇമാം സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിൽ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് സുയൂത്തി ഇമാമിൻ്റെ തന്നെ ഇബാറയായതുകൊണ്ട് നമുക്ക് അവ്വ് ഇബ്താറിൻ്റെ അവ്വാണ് എന്നും വേണമെങ്കിൽ അതിനർത്ഥം വെക്കാം. ഇതിന് രണ്ടും ഡിക്ഷണറി നോക്കിയാൽ അർത്ഥം കിട്ടൂല. ഇതിന് ഉസ്താദുമാരിന്ന് ഓതിപ്പടിക്കണം. അപ്പം ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ ഇസ്രായേലിയാത്ത് റിവായത്ത് ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്നിടത്ത് ആ സനത് നോക്കിയിട്ട് ഇസ്രായേലിയത്താണെന്ന് മനസ്സിലാക്കി തന്നെ വേണം, എന്നിട്ട് തള്ളിക്കളയണം. വേറെ ചിലയിടത്ത് തയ്വീർ ചെയ്യാനും കൂടെ പറ്റും. ഈ 2 രീതിയും ജലാലിയിലുണ്ട്. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നിരവധി ഒരുപാടുണ്ട്. ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ജലാലിനി മനസ്സിലാക്കുമ്പോൾ ആഴത്തിൽ പഠിക്കാൻ തഫ്സീറിൻ്റെ വിവിധ കിതാബുകൾ നോക്കൽ നമുക്ക് ബാധ്യതയാണ്. കേവലം ജലാലിനി മാത്രം ഇങ്ങനെ എടുത്താൽ, ഇതിപ്പോൾ ജലാലിനി മാത്രമാണ്, ഇത് മാത്രം എടുത്താൽ ഒന്നും തിരിയില്ല, ജലാലിനി തിരിയില്ല. സൂയിപ്പുണ്ട്. ജലാലിൻ്റെ ഓരോ ഇബാറകളും ശരിക്ക് ഹല്ല് ചെയ്ത് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ഫാത്തിഹയല്ല ആദ്യം അവരെഴുതിയത് ആര്? ജലാലുദ്ദീനിൽ മഹല്ലി തങ്ങൾ അവരെഴുതിയത് സൂറത്തുൽ ഇസ്രാ മുതൽ നാസ് വരെയും ഫാത്തിഹൻ്റെ തഫ്സീറും മാത്രമാണ് അവരെഴുതിയത്. പിന്നെ അവർ വഫാത്തായി. ബാക്കി സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ ഇസ്രാ വരെ അൽ-കഹ്ഫിൻ്റെ തല മുതലാണ് ഇമാം മഹല്ലി എഴുതിയത്. അൽ-കഹ്ഫിൻ്റെ തല മുതൽ എഴുതി, പിന്നെ നാസ് വരെ എഴുതിയിട്ട് ഫാത്തിഹയും എഴുതി. അതേസമയം സൂറത്തുൽ ഇസ്രായിൻ്റെ ലാസ്റ്റ് വരെ സൂറത്തുൽ ബഖറയുടെ തല മുതൽ ഇമാം സുയൂത്തി എഴുതി.
അവിടെ ഇമാം മഹല്ലി തങ്ങൾ എഴുതിയ ഫാത്തിഹയുടെ തലഭാഗത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന് പിന്നെ ശറഹ് എഴുതൽ ഇമാം മഹല്ലിയുടെ ശൈലിയല്ല. അതിന് കാരണം ദഖായിഖുൽ കൻസിൽ വിവരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം അത് നോക്കണമെന്ന് ഊന്നി പറയാണ്. ദഖായിഖുൽ കൻസ് നോക്കണം. പിന്നെ അൽഹംദുലില്ലാഹിയുടെ തഫ്സീർ പറയുന്നത് ജുംലത്തുൻ ഖബരിയത്തുൻ ഖുസിദ ബിഹാ അല്ലെങ്കിൽ ഖസദ ബിഹാ, രണ്ടും വായിക്കാം. അസ്സനാഉ അലല്ലാഹി ബിമദ്മൂനിഹാ മിൻ അന്നഹു തആല മാലികുൽ ലിജമീഇൽ ഹംദി മിനൽ ഖൽഖി ഔ മുസ്തഹിഖുൻ ലിഅൻ യഹ്മദൂഹു വല്ലാഹു അലാ മുന്നറൽ മഅബൂദി ബിഹഖിൻ. ചെറിയ രീതിയിൽ ജലാലൈനി ഹല്ല് ചെയ്യുന്ന ഒരു റൂട്ട് പറയാണ്. അതോടെ നിർത്തും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് ജുംലത്തുൻ ഖബരിയത്തുൻ, ആദ്യം പറയുന്നത് ഇതൊരു ജുംലയാണ് എന്നാണ്. അൽഹംദുലില്ലാഹ് ജുംലയാണ്. ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം അത് ജുംലയാണ് നമുക്ക് മനസ്സിലാവൂലേ? മനസ്സിലാവണം എന്നില്ല. ജുംലയാവണമെങ്കിൽ എന്ത് ചെയ്യണം? അൽഹംദു മുബ്തദ ലില്ലാഹി ഖബറാകണം. എന്ത് ഖബർ? ളർഫ് മുസ്തഖറായ ഖബറാകണം. ജുംലയാകുമ്പോൾ അൽഹംദു മുബ്തദ ലില്ലാഹി ഖബർ, അപ്പോൾ ളർഫ് മുസ്തഖറാണ്. അതേസമയം അവിടെ മറ്റൊരു സാധ്യത ഉണ്ട്. ളർഫ് മുസ്തഖർ അറിയാലോ, മുതഅല്ലഖ് പറയപ്പെട്ടിട്ടുമില്ല, പറയപ്പെട്ടതിൻ്റെ സ്ഥാനത്തുമല്ല. അതിൻ്റെ വിശദ വിവരം ദഖായിഖുൽ കൻസിൽ ഉണ്ട്. നിങ്ങൾ നോക്കണം. ളർഫ് ലഗ്വും മുസ്തഖറും എൻ്റെ തസ്മിയത്തിൻ്റെ കാരണവും ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. മുസ്തഖർ എന്തുകൊണ്ട് മുസ്തഖറായി? ഒരു 6 കാര്യങ്ങൾ അതിനകത്ത് സ്ഥിരപ്പെട്ടത് കൊണ്ടാണ് മുസ്തഖർ, സ്ഥിരപ്പെട്ട സ്ഥലം എന്നതിന് പേര് പറഞ്ഞത്. ദഖായിഖുൽ കൻസ് ആരെന്നൊന്നും അറിയില്ലേ? ദഖായിഖുൽ കൻസ് ഈ വിനീതൻ എഴുതിയൊരു കിതാബാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേ. ആരെങ്കിലും നോക്കിയാലല്ല നമുക്ക് ആഖിറത്തിൽ ഉപകാരം കിട്ടുള്ളൂ. അഥവാ ഇമാം മഹല്ലി തങ്ങളുടെ നമ്മൾ കൻസുർ റാഗിബീൻ ഉണ്ടല്ലോ, മിൻഹാജിൻ്റെ ശറഹ് മഹല്ലി എന്ന് പറയപ്പെടുന്ന അതിൻ്റെ ഫസ്റ്റത്തെ 15 പേജിന് മാത്രം എഴുതിയൊരു ആശയാണ് ദഖായിഖുൽ കൻസ്. കിതാബു ത്വഹാറ വരെ, ബിസ്മി മുതൽ കിതാബു ത്വഹാറ വരെ, കിതാബു ത്വഹാറ ഇല്ല എഴുതിയ 400ഓളം പേജ് വരണ ചെറിയൊരു കിതാബാണ് ദഖായിഖുൽ കൻസ്. ഈ ഹൗസിനുണ്ട്. ഇല്ലാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് വാങ്ങിയിട്ട് അത് വായിക്കണം. അതുകൊണ്ട് ഉഖ്റവിയായ ഉപകാരം കിട്ടലാണ് ലക്ഷ്യം. എന്നാൽ ഇബാറ ഹല്ല് ചെയ്യാനുള്ള രൂപങ്ങളും അതിൽ നിന്ന് മനസ്സിലാകും. അതുകൊണ്ടാണത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് നോക്കണം. ഒരു ളർഫ് മുസ്തഖർ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടതിന് മുസ്തഖർ എന്ന് പറയുന്നു, അതിൻ്റെ കാരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ളർഫ് ലഗവ് എന്താണ്, എന്തുകൊണ്ട് ലഗവ് എന്ന് പറയുന്നു, എല്ലാം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണം. അല്ലാഹു തആല നമ്മളൊക്കെ ഇൽമു നാഫിയാക്കട്ടെ. ഇൽമിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ എന്നത് ലില്ല ളർഫ് ലഗവാകാനൊരു സാധ്യത ഉണ്ട്. ലഗവാണെങ്കിൽ അൽഹംദുലില്ലാ എന്താവൂല? ജുംലയാവൂല. ഇത് ജുംലത്തുൻ എന്ന് എന്തിന് പറയണമെന്നാണ് നമ്മളെ ഒമ്പിച്ച ഇഷ്കാൽ. ഇമാം മഹല്ലി തങ്ങൾ, ഇമാം ജലാൽ തങ്ങൾ എന്ത് പറയുന്നു? അൽഹംദുലില്ലാ ജുംലത്തുൻ, ജുംലയാണ്. പിന്നെ എന്തല്ല? മുഫ്രദല്ല. ജുംലൻ്റെ മുഖാബലായ മുഫ്രദാകുമ്പോൾ അതേതാകാം? മുറക്കബുമാകാലോ. ജുംലയാവണമെങ്കിൽ എന്താവണം? ജുംലയാവണമെങ്കിൽ മുഫീദാവണം. ഇത് ജുംലയുടെ മുഖാബിലായ മുഫ്രദാണ്, അപ്പോൾ മുറക്കബുമാകാം. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് ജുംലയല്ല, പിന്നെന്താ? അൽഹംദു എന്നതിനോട് ബന്ധിച്ചതാണ് ലില്ലാഹി എന്ന് വെക്കുകയാണെങ്കിൽ ലില്ലാഹി ളർഫ് ലഗ്വാവും. അപ്പോൾ എന്താ അർത്ഥം? അൽഹംദുലില്ലാ അള്ളാഹുവിന് ഹംദ് ചെയ്യലെല്ലാം, അള്ളാഹുവിനെ ഹംദ് ചെയ്യലെല്ലാം എന്നാകും. അപ്പോൾ ലില്ലാ എന്ന അള്ളാ എന്നത് അൽഹംദുവിൻ്റെ മഫ്ഊലാകും. അപ്പോൾ ളർഫ് മുസ്തഖറാകൂല, അപ്പോൾ ജുംലയാകൂല. അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതിക്കലെല്ലാം. ഇനി ജുംലയാകണമെങ്കിൽ ഖബർ വേറെ സങ്കല്പിക്കണം.
അല്ലെങ്കിൽ ഒരു മുബ്തദ വേറെ സങ്കല്പിക്കണം, അപ്പോഴേ ജുംലയാവുള്ളൂ. എന്നാൽ എന്തുകൊണ്ടങ്ങനെ തോന്നാൻ കാരണമുണ്ട്. തോന്നാൻ കാരണം എന്താ? അൽഹംദുലില്ലാ എന്ന ജുംലയുടെ അസ്ലെന്താ? അഹ്മദുല്ലാഹ അല്ലെങ്കിൽ നെഹ്മദുല്ലാഹ ഹംദൻ എന്നാണ്. അപ്പം നെഹ്മദുല്ലാഹ ഹംദൻ എന്നാണ് അൽഹംദുലില്ലാഹിയുടെ അസ്ലി. ഈ അസ്ലിൽ നെഹ്മദുല്ലാഹ എന്ന് പറയുമ്പോൾ ഹംദിൻ്റെ മഫ്ഊലാണ് ഏത്? അല്ലാഹ. അപ്പോൾ അൽഹംദു എന്നതിൻ്റെ മഫ്ഊലാകണം ലില്ലാഹി. അപ്പം ലാമോന്ന് ചോദിക്കും. ലാമ് തഖ്വിയത്തിൻ്റെ ലാമ് അഥവാ മസ്തറാണ് ഇവിടുത്തെ ആമീൽ. മസ്തർ ആമീലാകുമ്പോൾ ഹമിദ യഹ്മദു ഹംദൻ മസ്തറാണല്ലോ. മസ്തർ ആമീലാകുമ്പോൾ അമരിൻ്റെ കാര്യത്തിൽ ഫർആണ്. അമരിൽ അസ്ലേതാ? ഫീലാണ്. മസ്തർ അമരിൽ ഫർആയതുകൊണ്ട് അതിനെ ളുഴ്ഫുണ്ട്. ഈ ളുഴ്ഫ് പരിഹരിക്കാൻ ശക്തിപ്പെടുത്താനായി മഫ്ഊലിൽ ലാമ് കൊടുക്കും. ആ തഖ്വിയത്തിൻ്റെ ലാമാണ് എന്ന് വയ്ക്കാൻ ഒരു സാധ്യതയുണ്ട്. അതനുസരിച്ച് അൽഹംദുലില്ലാഹി ജുംലയാകൂല. അങ്ങനെയല്ല. അപ്പം അങ്ങനെയാണെന്ന് തോന്നാൻ കാരണം എന്താ? അൽഹംദുലില്ലാഹിയുടെ അസ്ര് നെഹ്മദുല്ലാഹ ഹംദൻ എന്നാണ്. നെഹ്മദുല്ലാഹ എന്ന് പറയുമ്പോൾ നെഹ്മദു എന്ന ഹംദിൻ്റെ മഫ്ഊലാണ് അല്ലാഹ്. ആ അസ്രിൽ ലോപിച്ച അൽഹംദുലില്ലാഹി ആകുമ്പോൾ ഇവിടുത്തെ അല്ലാഹ് ഹംദിൻ്റെ മഫ്ഊലാണ് എന്ന് തോന്നിയേക്കാം. ഈ തോന്നലിനെ ആർക്കാ തോന്നുക? അൽഹംദുലില്ലാഹിക്കൊരു അസ്ലുണ്ട്, അസ്ല് ഇന്നതാണ് എന്നറിയുന്നവർക്കാ തോന്നുക. വിവരമുള്ളവർക്ക് തോന്നും. ആ വിവരമുള്ളവരുടെ തോന്നലിനെ നീക്കാൻ ജുംലത്തുൻ അല്ല, ഇത് ജുംലയാണ് എന്ന് പറഞ്ഞു. അപ്പം ഇനി ജുംല എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ വിശദീകരിക്കണം. ജുംല എത്ര ഇനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരു ജുംലയുണ്ടാകാൻ മിനിമം എത്ര പദങ്ങൾ വേണം എന്ന് മനസ്സിലാക്കണം. ആ പദങ്ങൾ ഏതൊക്കെ രൂപത്തിലാകാം എന്ന് മനസ്സിലാക്കണം. ഒരു ജുംലയുണ്ടാകാൻ കൂടിയാൽ എത്ര പദങ്ങൾ, എത്ര കലിമത്തുകൾ വേണം എന്ന് മനസ്സിലാക്കണം. അതിലേക്കൊക്കെ നമ്മുടെ ചിന്തയെ പിടിച്ചു പറിക്കുകയാണ് ജുംലത്തുൻ എന്ന വാക്കിലൂടെ. അങ്ങനെ പോകും ഇലാഖിരിഹ. പിന്നെ ഖബരിയത്തുൻ, ഖബരിയയായ ജുംലയാണ്. ജുംലയാകുമ്പോൾ ഖബരിയയാകാം, ഇൻഷാഇയയാകാം. ചിലപ്പോൾ ജുംല എന്ന് താമല്ലാത്തതിനും പറയാറുണ്ട്. ഷർത്തിയായ ജുംല എന്ന് ഷർത്തിന് മാത്രവും ജവാബിയായ ജുംല എന്ന് ജവാബിന് മാത്രവും പറയാറുണ്ട്. അവിടെ ഇൽമുൽ അറബിയ്യത്തിൻ്റെ ആളുകളുടെയും മനാത്തിഖത്തിൻ്റെയും മദ്ഹബ് വ്യത്യാസമുണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ പഠിക്കണം. ഷർത്തിയയായ ഖളിയയാകുമ്പോൾ ഹുക്മ് ഷർത്തിൻ്റെയും ജവാബ് മുഖദ്ദം താരിയുടെ ഇടയിലാണോ അല്ലെങ്കിൽ ജവാബിലാണോ ഹുക്മ്? ജവാബിലാണ് ഹുക്മ് എന്നതാണ് അഹ്ലുൽ അറബിയ്യത്തിൻ്റെ മദ്ഹബ്. ഷർത്തിൻ്റെയും ജവാബിൻ്റെയും ഇടയിലാണെന്നതാണ് മീസാനിങ്ങളുടെ മന്തിഖീങ്ങളുടെ മദ്ഹബ്. ഒക്കെ വിശദമായി പഠിക്കണം. അതിലേക്കൊക്കെ ഇവിടെ ജുംലത്തുൻ എന്ന വാക്കിലൂടെ വിരൽ ചൂണ്ടലുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഖബരിയത്തുൻ, എന്ത് ജുംല? ഖബരിയായ ജുംല. അപ്പോൾ ജുംല മുഴുവൻ ഖബരിയാവണമെന്നില്ല എന്നൊരു ബോധം നമുക്ക് വന്നു. അപ്പോഴാണ് നമ്മൾ നേരത്തെ തസ്രീഹുൽ മന്ദിരിക്കിലേക്ക് നമ്മൾ മനസ്സ് പോകും. പല കിതാബിലേക്കും പോകും. ജുംലൊക്കെ ഖബറാവണമെന്നില്ല, ഖബറാകാം, ഇൻഷാ ആകാം. അപ്പോൾ എന്താണ് ഇൻഷാ, എന്താണ് ഖബർ എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് പഴയത് നമ്മൾ ഓർത്തെടുക്കണം. ആ പൊടി തട്ടണം. എന്താണ് ഖബരിയത്ത്? നമുക്കറിയാം, സിദ്ഖിനും കിദ്ബിനും സാധ്യതയുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ പഴയ ഏതെങ്കിലും കിതാബ് നോക്കിയാൽ ഖൗലുൻ യഹ്തമിറു സിദ്ഖ വൽ കിദ്ബ എന്ന് പറഞ്ഞെടുത്ത് ചിലപ്പോൾ വാവിന് മുമ്പ് ഒരു ഹംസട്ട് കൊടുത്തിട്ടുണ്ടാവും ചില കിതാബിൽ. അത് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ചില കിതാബിൽ ആരെങ്കിലും ഓതികാണ്ട് ചിലപ്പോൾ ഹംസട്ട് കൊടുത്തിട്ടുണ്ടാവും. യഹ്തമിറു സിദ്ഖ അവിൽ കിദ്ബ എന്നിട്ടെടുത്ത കിതാബുണ്ട്. അപ്പോൾ അത് ശരിയാവൂല. അവ്വുണ്ടായാൽ യഹ്തമിറു എന്ന് പറഞ്ഞ പ്രയോഗം തന്നെ ശരിയാവൂല. കാരണം സാധ്യതയാവണമെങ്കിൽ ചുരുങ്ങിയത് 2 ശിഖ് 2 ഭാഗങ്ങൾ വേണം.
തമറു സിദ്ഖ അവിൽ കിദ്ബ അവ്വാകട്ടെ ലി അഹദി ശൈഇനി രണ്ട് കാര്യങ്ങളിൽ ഒന്നിനെയാണ് അവ അറിയിക്കുക. രണ്ടാൽ ഒന്ന് മാത്രമായാലോ ഇഹ്തിമാലാകൂല. ഇഹ്തിമാലിന് ചുരുങ്ങിയത് രണ്ടെണ്ണം വേണം. അപ്പോൾ അവിടെ അവ്വ് പറ്റൂല, വാവ് നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഖബരിയത്തെന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇത് അൽഹംദുലില്ലാ ഖബരിയായ ജുംലയാണ് എന്ന് എന്തിന് പറയണം എന്നുള്ളത് പിന്നെ ഒരു ചിന്തയാണ്. അഥവാ ബീത്തുപോലുള്ളത് കേട്ടാൽ ഖബരിയായ ജുംലയാണെന്നാ തോന്നുക. യഥാർത്ഥത്തിൽ അത് ഇൻഷാഇന് വദഅ് ചെയ്തതാണ്. ഫായിലും മാദിയായ ഫീലും കൂടിയതാണ്. സബ്ബജത്തു അങ്കഹത്തു ഒക്കെ ഇൻഷാഇന് വദഅ് ചെയ്യപ്പെട്ട ജുംലകളാണ്. അൽഹംദുലില്ലാ എന്നതുകൊണ്ട് ലക്ഷ്യം ഇൻഷാ ആയതുകൊണ്ട്, അഥവാ അല്ലാഹു തആലയെ ഹംദ് ചെയ്യലിനെ മനുഷ്യൻ ഉണ്ടാക്കലാണ് ലക്ഷ്യം. അൽഹംദുലില്ലാ എന്നതുകൊണ്ട് ഇൻഷാ ആണ് ലക്ഷ്യം. ഇൻഷാ ലക്ഷ്യമായതുകൊണ്ട് ഈ ലഫ്ളും ഇൻഷാ തന്നെയാണ് എന്ന് ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ സവ്വജത്തു അങ്കഹത്തു ബീത്തു ഇസ്തറയിത്തു പോലെ അത് കേട്ടാൽ തോന്നും ഖബറാണ് എന്ന്. യഥാർത്ഥത്തിൽ ലഫ്ളും മാനയും ഇൻഷാ ആണ് എന്ന് പറഞ്ഞവരുണ്ട്. അവർക്ക് റദ്ദ് അല്ല. ലഫ്ളിനെ അതിൻ്റെ ബാഹ്യാവസ്ഥയിൽ നിന്ന് തെറ്റിക്കേണ്ടതില്ല. ലഫ്ള് ഖബർ തന്നെ. പക്ഷേ അർത്ഥമോ ഇൻഷാ ആണ്. ലഫ്ള് ഖബറാണെന്ന് പറഞ്ഞപ്പോൾ ലഫ്ളിനെ ഖബർ എന്നുള്ള അവസ്ഥയെ തെറ്റിക്കേണ്ട ആവശ്യമില്ല. ഖബറിൻ്റെ സൂറത്തിലൂടെ ഇൻഷാഇനെ അവതരിപ്പിക്കുമ്പോൾ ഇൻഷാഇന് പവർ കൂടുക എന്ന ഒരു കാര്യമുണ്ടതിൽ. എന്നാൽ ലഫ്ള് ഖബറായതുകൊണ്ട് മഅനയും ഖബറാണ് എന്ന് പറഞ്ഞ ചിലരെങ്കിലും അതുകൊണ്ട്. വലിയ മുഹഖ്ഖീങ്ങളിൽപ്പെട്ട ചിലർ തന്നെ ലഫ്ള് ഖബറായിരിക്കെ മഅനയും ഖബറാകട്ടെ എന്ന് പറഞ്ഞവരുണ്ട്. അവിടെ ഇമാം മഹല്ലി തങ്ങൾ റദ്ദ് ചെയ്യുന്നു. ഉസിദ ബിഹസ്സനാഉ അലല്ലാഹ്, ആ ഖബരിയായ ജുംല കൊണ്ട് അള്ളാഹുവിൻ്റെ മേലിൽ പുകഴ്ത്തലിനെ ഉദ്ദേശിക്കപ്പെട്ടു. അപ്പം ലഫ്ള് ഖബർ മഅന ഇൻഷാ, ഖസ്ദ് കൊണ്ട് ഇൻഷാ ആണ് എന്നാണ് ഇമാം മഹല്ലി തങ്ങൾ സമർത്ഥിച്ചത്. എന്തുകൊണ്ട്? ലഫ്ളും മഅനയും ഖബറായാൽ സനാ എന്ന ലക്ഷ്യം അവ്വലൻ വബിദ്ദാത്ത് ലഭിക്കില്ല. എന്തുകൊണ്ട്? ലഫ്ളും മഅനയും ഖബറാകണമെങ്കിൽ ഒന്നിരിക്കൽ ഫായിദത്തുൽ ഖബർ അല്ലെങ്കിൽ ലാസിമു ഫായിദത്തിൽ ഖബർ ഉണ്ടാകണം. അപ്പോഴാണ് ഖബർ എന്ന ആ അടിസ്ഥാനാവസ്ഥയുടെ മേലിൽ നിലനിൽക്കണമെങ്കിൽ ഫായിദത്തുൽ ഖബറോ ലാസിമു ഫായിദത്തിൽ ഖബറോ വേണമെന്ന് മുഖ്തസറുൽ മആനിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫായിദത്തുൽ ഖബർ? ആ ഖബറിൻ്റെ ആശയം മുഖാത്തബിനെ അറിയിച്ചു കൊടുക്കുക. ഇവിടെ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് കൊണ്ട് ഒരാൾക്ക് ആശയത്തെ അറിയിച്ചു കൊടുക്കാനല്ല ലക്ഷ്യം. കാരണം ഇതായിക്കൂടെ എന്നൊരു ചോദ്യമാണ്. പക്ഷേ ജലാലൈനി അതിന് റദ്ദ് ചെയ്തിട്ടുണ്ട്. യുഖദ്ദറു ഫി അവ്വലിഹാ ഖൂലു എന്ന് ഇമാം മഹല്ലി തങ്ങൾ പറഞ്ഞു. ഫാത്തിഹയുടെ ആദ്യത്തിൽ ഒരു ഖൂലു എന്നത് മുഖദ്ദറാണ്. അല്ലാഹു തആല പറയുന്നു ഖൂലു, നിങ്ങൾ പറയണം. നിങ്ങൾ എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ പറയണം. എന്തിനാണ് അത് മുഖദ്ദറാണെന്ന് ഇമാം മഹല്ലി തങ്ങൾ പറഞ്ഞത്? ഇല്ലെങ്കിൽ ഇയ്യാക നഅ്ബുദു എത്തുമ്പോൾ പ്രശ്നമാകും, ചോദ്യം വരും. ഫാത്തിഹ അള്ളാഹുവിൻ്റെ വചനമല്ലേ? അള്ളാഹു ഇയ്യാക നഅ്ബുദു എന്ന് ആരോട് പറയുന്നു? ഇത് ഇപ്പോൾ സമീപകാലത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ എടമറുക് എന്ന് പറയുന്ന ഫുലാൻ അത് ചോദിച്ചിരുന്നു. അല്ല തമാശ, ഇയ്യാക നഅ്ബുദു പടച്ചോനാണല്ലോ പറഞ്ഞത്. പടച്ചോപ്പം ആരെ ആരാധിക്കണ്? എന്നെ തന്നെ നമ്മൾ ആരാധിക്കണ്, പടച്ചോൻ പറയാം എന്ന് പറഞ്ഞ് ഖുർആനിനെ പരിഹസിച്ചവരുണ്ട്. ഒരു ജലാലൈനിയുടെ തലയെങ്കിലും കണ്ടാൽ അവർക്ക് പരിഹസിക്കാൻ കഴിയൂല.
അല്ലാഹു തആല നിങ്ങൾ ഓ മനുഷ്യരെ നിങ്ങൾ പറഞ്ഞിരിക്കണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങി വലദ്ദാലീൻ വരെ പറയണം. എന്നിട്ട് ആമീൻ എന്ന് പറയൽ സുന്നത്തുമാണ്. അപ്പോൾ മനുഷ്യനാണ് ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നവൻ. മനുഷ്യനോട് ഇത് പറയാനായി അള്ളാഹുവിൻ്റെ കീർത്തനയാണ് ആദ്യം മുതലുള്ളത്. ഇതുകൊണ്ട് തന്നെ മനുഷ്യൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തലാണ് ലക്ഷ്യം. പുകഴ്ത്താൻ തരപ്പെട്ടത് അള്ളാഹുവിനോളം വേറെ ആരുമില്ല എന്ന് പറയേണ്ടതില്ല. അത് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പറയുന്നില്ല, തീരൂല. പുകഴ്ത്താൻ ഏറ്റവും യോഗ്യൻ അള്ളാഹുവാണ്. അപ്പം ഇത് ലഫ്ദ് ഖബറാണ്, പക്ഷേ മഅന ഇൻഷാ ആണെന്നാണ് ഉസിദ ബിഹ സനാഉ അലല്ലാഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സനാവിനെ കുറിച്ച് നമ്മൾ പഠനം നടത്തണം. സനാവ് എന്താ സാധനം നോക്കുക. അപ്പോൾ നമ്മൾ സനായസിനി നോക്കും, അതിൻ്റെ മഅന നോക്കും, ഇവിടെ സ്യൂട്ടബിൾ ആവോ നോക്കണം. അപ്പോൾ നമ്മൾ സന്ന കാണും. അപ്പോൾ നമുക്ക് തോന്നും സല്ലമ സലാമൻ. ആ ഫഅല വസ്നിൻ്റെ ഇസ്മു മസ്ദറായിട്ട് ഫഅലുണ്ട്, കല്ലമ കലാമൻ. അപ്പോൾ സന്ന ഫഅലയാണ്, അതിൻ്റെ ഇസ്മു മസ്ദറാണ് സനാ എന്ന് ആദ്യം തോന്നിയേക്കാം. അപ്പോൾ നമ്മൾ സന്നായിയുടെ മാൻ എന്താണ് നോക്കണം. അപ്പോൾ ഇവിടെ റെഡി ആവില്ല എന്ന് മനസ്സിലാവും. സന്നായിയുടെ മാൻ എന്താ? ഇരട്ടിപ്പിച്ചു, അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ ഡബിളാക്കി, അല്ലെങ്കിൽ രണ്ടാക്കി എന്നൊക്കെയാണ്. അതല്ല ഇവിടെ ഉദ്ദേശ്യം. അതുകൊണ്ട് ഈ അവിടെ നിന്നും വിട്ട് പിന്നെ നമ്മൾ ലുഗത്തിൻ്റെ കിതാബ് നോക്കണം. അപ്പോഴാണ് അസ്ന കാണുക. അപ്പം ശരിയായി. അസ്നായുസിനി ഇസ്നാഅൻ സനാഅൻ. അസ്നായുസിനിയുടെ ഇസ്മു മസ്തറാണ് സനാ. അപ്പോഴാണ് അൽ വസ്ഫു ബിൽ ജമീൽ എന്ന ആശയം കിട്ടുക എന്ന് നമ്മൾ ജലാലിനി ഓതുമ്പോൾ തന്നെ ലുഗത്തിൻ്റെ കിതാബ് നോക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. ഒരു പദം കിട്ടിയാൽ അതെന്ത് എന്ന് നമ്മൾ പരിശോധിക്കണം. ബിമദ്മൂനിഹ. അപ്പോൾ സാധാരണഗതിയിലുള്ള ഇൻഷാകളുടെ സ്വഭാവം ആ ഇൻഷായിൽ പറഞ്ഞ ജുംലയുടെ ആശയം ഉണ്ടാക്കലാണ്. ഉദാഹരണത്തിന് കും എന്ന് പറയുമ്പോൾ ത്വലബുൽ ഖിയാം ഉണ്ടാക്കലാണ് അതിൻ്റെ ആശയം. അപ്പോൾ ആ മദ്മൂനിനെ ഇൻഷാ ചെയ്യലാണ്. സാധാരണ ഇൻഷായിയായ ജുംലയിൽ അതിൻ്റെ മദ്മൂനിനെ ഉള്ളടക്കത്തെ ഉണ്ടാക്കലാണ് ലക്ഷ്യമെങ്കിൽ ഈ അൽഹംദുലില്ലാ എന്ന ഇൻഷാ അതിൽ നിന്ന് വിഭിന്നമാണ്. അതിൻ്റെ മദ്മൂനിനല്ല ഉണ്ടാക്കുന്നത്, മദ്മൂന് കൊണ്ട് സനായിനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം സാധാരണ ഇൻഷാകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇൻഷാ ആണ് എന്നാണ് ജലാലൈനിയിൽ ബിമദ്മൂനിഹ അസ്സനാ എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്? അസ്സനാഉ ബിമദ്മൂനിഹ, അസ്സനാഉ അലല്ലാഹി ബിമദ്മൂനിഹ എന്നതുകൊണ്ട് വരുത്തിയത് സാധാരണ ഇൻഷാകളിൽ നിന്ന് വിഭിന്നമാണ്. ആ മദ്മൂൻ എന്തിനാൽ? മിൻ അന്നഹു തആല മാലികുൻ ലിജമീഇൽ ഹംദി മിനൽ ഖൽഖി. മദ്മൂന് രണ്ടാകാം, അല്ല രണ്ടുമാണ് എന്നാണ് അവർ വരുത്തുന്നത്. എന്താണ് മദ്മൂന്? മിന്നന്നഹു തആല, നിശ്ചയം അല്ലാഹു തആല മാലികുൻ ലിജമീഇൽ ഹംദി, എല്ലാ സ്തുതിയെയും എല്ലാ ഹംദിനെയും ഉടമപ്പെടുത്തിയ ഉടമാവകാശിയാണ് അല്ലാഹു തആല. ആ ഹംദ് തന്നെ മിനൽ ഖൽഖി, സൃഷ്ടികളിൽ നിന്ന് ഉണ്ടാകുന്നതായ സ്തുതിയിൽ സർവ ഹംദിൻ്റെയും ഉടമസ്ഥനാണ് അല്ലാഹു എന്നതിനാൽ ഇതാണ് മദ്മൂൻ. സൃഷ്ടികളുടെ സർവഹംദിൻ്റെയും ഉടമസ്ഥനാണ് അല്ലാഹു. ഇവിടെ നമ്മൾ ഒരുപാട് നേരം മെനക്കെടണം. അൽഹംദുലില്ലാ എന്നതിൻ്റെ മദ്മൂൻ ഇതാണ്. എന്ത്? അല്ലാഹു മാലികുൻ ലിജമീഇൽ ഹംദി മിനൽ ഖൽഖി എന്നാണ്. ഇതെങ്ങനെ കിട്ടുക? അപ്പോൾ ചിന്തിച്ചപ്പോൾ ലില്ലാഹിൻ്റെ ലാമ് മിൽക്കിൻ്റെ ലാമാണ് ആവണം. ലാമിൻ്റെ ഒന്നാമത്തെ മാന മിൽക്കാണ് എന്നാണ് അൽഫിയയിൽ പറഞ്ഞത്. അപ്പം ലില്ലാഹിൻ്റെ ലാമ് മിൽക്കിൻ്റെ ലാമായി. പിന്നെ ജമീ എങ്ങനെ കിട്ടി നോക്കി. അപ്പോൾ അൽഹംദുലില്ലാ അല്ല് ഇസ്തിഗ്റാഖിൻ്റെ അല്ലായതുകൊണ്ട് ആവാം എന്ന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടെത്തി. അൽഹംദു എല്ലാ ഹംദും ഇസ്തിഗ്റാഖിൻ്റെ അല്ലായി. അപ്പോൾ ജമീ എന്നുള്ള ഉമൂമ് കിട്ടി.
വീണ്ടും നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകും അതിനേക്കാൾ നല്ലത് അൽ ജിൻസിൻ്റെ അല്ലാവലാണ്. എന്തുകൊണ്ട്? ഉപകാരം കൂടും. ഇങ്ങനെ ഉപകാരം കൂടാ? തെളിവ് സഹിതം ഒരു വാദം ഉന്നയിച്ച ഫലം കിട്ടും ജിൻസിൻ്റെ അല്ലാണെന്ന് വെച്ചാൽ. കാരണം അൽഹംദുലില്ലാഹ് അല്ല് ജിൻസിൻ്റെ അല്ലാണെങ്കിൽ ഹംദ് എന്ന ജിൻസ് അല്ലാഹു തആലയുടെ ഉടമസ്ഥതയിൽ നിക്ഷിപ്തമാണ് എന്നായി അർത്ഥം. ഹംദ് എന്ന വർഗം അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിൽ നിക്ഷിപ്തമാകണമെങ്കിൽ ഹംദിൻ്റെ ഒരു ഫർദും അല്ലാഹുവല്ലാത്ത ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എല്ലാ ഹംദും അള്ളാഹുവിന് മാത്രമാണ് എന്ന് ലാസിമായി കിട്ടി. അപ്പോൾ ഇവിടെ നമ്മുടെ ആശയം, ആദർശം, വാദമെന്ന് പറയുകയാണെങ്കിൽ അതെന്താ? എല്ലാ ഹംദും ഹംദിൻ്റെ സർവ ഫർദുകളും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിൽ നിക്ഷിപ്തമാണ് എന്നതാണ് വാദം. എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ ഹംദ് എന്ന വർഗം അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഹംദിൻ്റെ ഒരു ഫർദെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഫർദിലൂടെ ഹംദെന്ന വർഗം അല്ലാഹുവേതര ആൾക്ക് സ്ഥിരപ്പെട്ടു എന്ന് വരും. കാരണം ജിൻസുണ്ടാകാൻ ഒരു ഫർദുണ്ടായാൽ മതി. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ഹംദിൻ്റെ ഒരു ഫർദുമില്ല എന്ന്, ഹംദിൻ്റെ സർവ ഫർദും അല്ലാഹുവിൻ്റെ ഉടമസ്ഥതയിൽ നിക്ഷിപ്തമാണ് എന്ന് പറയുന്നതോടെ ബോധ്യപ്പെട്ടു. അപ്പോൾ തെളിവ് സഹിതമുള്ള വാദമായി. അതുകൊണ്ട് ആശയം കൂടിയതുകൊണ്ട് അൽ ജിൻസിൻ്റെ അല്ലാക്കിയിട്ടായിരിക്കണം ഇവിടെ ഇമാം മഹല്ലി തങ്ങൾ ആകുന്ന ജലാൽ ബിജമി എന്ന് പറഞ്ഞതെന്ന് വീണ്ടും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. പിന്നെ മിനൽ ഖൽഖി അതെവിടെ നിന്ന് കിട്ടി? സുബ്ഹാന റബ്ബി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞെടുത്ത് ഖൽഖിൻ്റെ പരാമർശമില്ലല്ലോ. എങ്ങനെ കിട്ടി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എങ്ങനെ കിട്ടി? നേരത്തെ നമ്മൾ പറഞ്ഞു അൽഹംദുലില്ലാ എന്ന ജുംലക്കൊരു അസ്ലുണ്ട്. ആ അസ്ലിലേക്ക് മടങ്ങിയപ്പോഴാണ് മിനൽ ഖൽഖി കിട്ടിയത്. എന്താണ് അസ്ല്? നഹ്മദുല്ലാഹ ഹംദൻ. ആരാണ് നഹ്മദു? ഞങ്ങൾ എന്ന് പറയുന്നത് എല്ലാ സൃഷ്ടികളും. ഏത് സൃഷ്ടികളും ഫുൾ ടൈം അള്ളാഹുവിനെ പ്രശംസിക്കാനും സ്തുതിക്കാനും കടമപ്പെട്ടവരാണ്, ബാധ്യസ്ഥരാണ്. വേണമെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അള്ളാഹുവിനെ വാഴ്ത്തുന്നുണ്ട്. വയിമ്മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. അപ്പോൾ സർവ സൃഷ്ടികളും ആണ് ഹംദിൻ്റെ ഫായിൽ. ഹംദിന് എന്തുകൊണ്ട് ഒരു അസ്ലുണ്ട് അൽഹംദുലില്ലക്ക്? ഇതെന്നെ അസ്ലായിക്കൂടെ എന്നൊരു ചോദ്യമാണ്. രണ്ട് കാരണം കൊണ്ട് അസ്ലുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റും. ഒന്ന്, ഹംദ് അൽഹംദുലില്ലാ കൊണ്ട് ഉദ്ദേശ്യം ഇൻഷാ ആണ്. ഇൻഷാകളെ അവതരിപ്പിക്കാൻ സർവസാധാരണമായി ഉപയോഗിക്കപ്പെടാറുള്ള, കൂടുതലും ഉപയോഗിക്കപ്പെടാറുള്ള സീഗ ഫീലിയായ ജുംലയാണ്. അൽഹംലു അലൽ അഗ്ലബി ഔലാ എന്നതൊരു ഖായിദയുണ്ടല്ലോ. രണ്ട് സാധ്യത ഉണ്ടാകുമ്പോൾ അഗ്ലബിൻ്റെ മേലിലാണ് ചുമത്തേണ്ടത് എന്ന ഖായിദ ഉസൂലിയങ്ങൾ തന്നെ ജമ്മുൽ ജവാമീൻ്റെ ശറഹിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാകളെ പരതിയാൽ കൂടുതൽ ഇൻഷാകളും ഫീലിയായ ജുംലയിൽ ആയതുകൊണ്ട് അൽഹംദുലില്ലാ എന്നതുകൊണ്ട് ലക്ഷ്യം ഇൻഷാ ആയപ്പോൾ അൽഹംദുലില്ലാഹിയുടെ അസ്ല് ഒരു ഫീലിയായ ജുംലയാകണം എന്ന് കിട്ടി. അതോടൊപ്പം അൽഹംദുലില്ലാഹി എന്നതിലൂടെ ഹംദെന്ന ക്രിയയെ സ്ഥിരപ്പെടുത്തൽ ലക്ഷ്യമായപ്പോൾ
ക്രിയകളെ സ്ഥിരപ്പെടുത്തുന്നതിന് അടിസ്ഥാനപരമായി നിശ്ചയിക്കപ്പെട്ട ജുംല ഏതാകുന്നു? ഫീലിയായ ജുംലയാണ്. ക്രിയകളെ സ്ഥിരപ്പെടുത്താൻ, ഹദസുകളെ സ്ഥിരപ്പെടുത്താനും അവതരിപ്പിക്കാനും യഥാർത്ഥത്തിൽ നിശ്ചയിക്കപ്പെട്ടത് ഫീലിയായ ജുംലയായതുകൊണ്ടും അൽഹംദുലില്ലാഹിയുടെ അസ്ല് ഒരു ഫീലിയായ ജുംലയാകണം എന്ന് ബോധ്യപ്പെട്ടു. ആ ഫീലിയായ ജുംല ഏത് എന്ന് നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ ഫീലിനൊരു ഫായില് വേണം. ഫായിലേത് എന്ന് പരതിയപ്പോൾ ഫായില് ഒറ്റ നോട്ടത്തിൽ വഹദാൻ മുത്തകല്ലിമിന്റെ ളമീറാണ് ഫായിൽ എന്നാ തോന്നുക. കാരണം ഒരാളല്ലേ ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ അഹ്മദുല്ലാഹ ഹംദൻ എന്ന് വെക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ മനസ്സ് താഴോട്ട് പോകണം. താഴോട്ട് പോകുമ്പോൾ ഇയ്യാക നഅ്ബുദു നമ്മൾ പരിശോധിച്ചപ്പോൾ അൽഹംദു തൊട്ട് അർറഹ്മാനി അതുവരെ എവിടെയും ഫായില് പറഞ്ഞിട്ടില്ല. ഫായിലിനെ പറഞ്ഞത് ഇയ്യാക നഅ്ബുദു എന്നിടത്താണ് ഫായിലിനെ പറഞ്ഞിട്ടുള്ളത്. അവിടെ പറഞ്ഞ ഫായിലാകട്ടെ ജമ്മു മുത്തകല്ലിമിന്റെ ളമീറാണ്. ആ ജമ്മു മുത്തകല്ലിമ് കൊണ്ട് മുറാദ് ആരാ? സർവ സൃഷ്ടികളുമാണ്. കാരണം സർവ സൃഷ്ടികൾക്കും ബാധ്യതയുണ്ട്. അള്ളാഹുവിന് വഴിപ്പെടാനും പ്രശംസിക്കാനും ബാധ്യതയുണ്ട്. അപ്പോ അൽഹംദുലില്ലാഹിയുടെ അസ്ലായിട്ടുള്ളത് സർവ സൃഷ്ടികളെയും സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന ഒരു ജമ്മു മുത്തകല്ലിമിന്റെ ളമീറാകണം എന്ന് കിട്ടി. ഈ അസ്റിലേക്ക് മടങ്ങിയപ്പോഴാണ് അൽഹംദുലില്ലാഹിയുടെ മാനയിൽ മിനൽ ഖൽഖി വരുന്നത്. കാരണം ഇത് ഖൽഖിനോട് പറയാൻ അള്ളാഹു കീർത്തിച്ചതാണ്. ഖൂലു എന്ന ഉത്തരവിലൂടെ ഖൽഖിനോട് പറയാൻ കീർത്തിച്ചതാണ്. ഔ മുസ്തഹിഖുൻ ലിഅൻ യഹ്മദൂഹു ശക്കിന്റെ അവല്ല, തൻവീന്റെ അവ്വാണ്. ഒന്നുകിൽ അൽഹംദുലില്ലാഹിയുടെ മളമൂന് അന്നഹു തആല മാലികുൽ ലിജമീൽ ഹംദി മിനൽ ഖൽഖി എന്നതാണ് അതിൻ്റെ ഉൾസാരം. അല്ലെങ്കിൽ അന്നഹു തആല മുസ്തഹിഖുൻ ലിഅൻ യഹ്മദൂഹു സർവ സൃഷ്ടികളും തന്നെ സ്തുതിക്കുന്നതിനെ അവകാശപ്പെടുത്തിയവനാണ് അല്ലാഹു തആല എന്നാണ്. എന്താ ഒരു ശക്ക് എന്നാ നമ്മൾ ആദ്യം ചിന്തിക്കുക. അവന് കേൾക്കുമ്പോൾ ഒന്നാമത് നമുക്ക് ഓർമ്മ വരുന്ന മാനയാണ് ശക്ക്. ശക്കല്ല എന്ന് ബോധ്യപ്പെടും. അപ്പൊ പിന്നെ അവ്വ് തെൻവീന്റെ അവ്വാണ്. അവിടെ ഇമാം മുഹഖിഖ് തങ്ങൾ സൂചിപ്പിച്ചതപ്പോ എന്താണ്? ഒന്നിരിക്കൽ ലില്ലാഹിയുടെ ലാം മിൽക്കിൻ്റെ ലാമാകാം, അല്ലെങ്കിൽ ഇസ്തിഖാഖിൻ്റെ ലാമാകാം, അല്ല രണ്ടും കൂടെയാവണം എന്നാണ് സൂചിപ്പിച്ചത്. എങ്ങനെ രണ്ടും കൂടെയാവുക? അൽഹംദു എന്ന് പറയുന്ന ആ ഹംദിനെ മസ്തരിയായ മാനയും കൊടുക്കാം. അൽഹംദു എന്ന ഹംദിന് ഹാസിറും ബിൽ മസ്തർ എന്ന മാനയും കൊടുക്കാം. ഹംദ് എന്ന ലഫ്ള് എന്തായാലും ഹമിദ അഹ്മദുവിൻ്റെ മസ്തറാണ്. മസ്തറിൻ്റെ ലഫ്ളിനെ മസ്തരിയായ മാനാക്ക് ഉപയോഗിക്കും. മസ്തരിയായ മാന എന്താ? ക്രിയയെ ഉണ്ടാക്കലാണ് മസ്തരിയായ മാന. അപ്പം ഹംദിൻ്റെ മസ്തരിയായ മാന പ്രശംസിക്കുക എന്ന പ്രവർത്തനം നടത്തലാണ് അതിൻ്റെ മസ്തരിയായ മാന. ഹാസിലും ബിൽ മസ്തർ എന്താ? ആ നടത്തിയപ്പുണ്ടായ പ്രശംസയാണ് ഹാസിലും ബിൽ മസ്തർ. അൽഹംദു എന്ന ഹംദ് കൊണ്ട് ഉദ്ദേശ്യം മസ്തരിയായ അർത്ഥമാകുന്ന ക്രിയയാണ്. ലില്ലാഹി എന്നിടത്തെ ലാമ് ഇസ്തിഖാഖിന്റെ ലാമാണ്. കാരണം അതിങ്ങനെ ഉണ്ടാവണേ ഉള്ളൂ. അപ്പോൾ ഏത് കാലത്തും എവിടെയും സ്തുതിക്കപ്പെടാനും പ്രശംസിക്കപ്പെടാനും അവകാശി യോഗ്യൻ അല്ലാഹുവാണ് എന്നായി അർത്ഥം. അതേസമയം ഹാസിറും ബിൽ മസ്തറാണെങ്കിലോ ഉണ്ടാകുക ഏത് സ്തുതികളും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ്. മംലൂക്കാകുന്നത് ഉണ്ടായതാണല്ലോ. ഹാസിറും ബിൽ മസ്തറാണ് ഉണ്ടായത്. മസ്തരിയായ മേനയോ ഇന്തിസാഴിയായ അമ്രാണ് മസ്തരിയായ മേന എന്ന് മുല്ലാ ഹസനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജലാലിന് തിരിയാൻ മുല്ലാഹസനും തിരിയണമെന്ന് ഞാൻ പറഞ്ഞത് അതാണ്. ജലാലിൻ്റെ തല തിരിയണമെങ്കിൽ തന്നെ മുല്ലാഹസൻ തിരിയണം. മുല്ലാഹസനിൽ മസ്തരിയായ മാന ഇന്തിസാഴിയാണ്. ഇന്തിസാഴിയായതുകൊണ്ട് അത് മംലൂക്കാകാൻ വയ്യ. അതിനോട് ഇസ്തിഖാഖാണ് ബന്ധിക്കുക. എന്താ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം മനസ്സിലായി. മസ്തരിയായ മാന ഇന്തിസാഴിയാണ്, ഹാസിനും ബിൽ മസ്തർ മൗജൂദുമാണ്.
വേറെ വ്യത്യാസമുണ്ട്. മസ്തരിയായ മേന അത് അറളിൻ്റെ മക്കൂലകളിൽ അത് ഹംദായതുകൊണ്ട് ഫീല് മക്കൂലയിൽ പെട്ടതാണ്. ചില ഫീലുകളൊക്കെ ഇംഫിയാല് മക്കൂലയിൽ പെട്ടതായിരിക്കും. ചൂടാക്കൽ ഫീല് മക്കൂലയിൽ പെട്ടതാണ്. മസ്തരിയായ മേന ചൂടാവൽ ഇംഫിയാല് മക്കൂലയിലും പെട്ടതാണ്. എവിടെയും മസ്തരിയായ മേനകൾ ഒന്നുകിൽ ഫീല് മക്കൂലയിൽ പെടും, അല്ലെങ്കിൽ ഇംഫിയാല് മക്കൂലയിൽ പെടും. അതേസമയം ഹാസിറും ബിൽ മസ്തർ ഒന്നുകിൽ കൈഫ് മക്കൂലയിൽ പെടും, അല്ലെങ്കിൽ വലയ മക്കൂലയിൽ പെടും, അല്ലെങ്കിൽ ഐന് മക്കൂലയിൽ പെടും. ഇങ്ങനെ വിവിധ മക്കൂലകളാകാം. ഉദാഹരണം പറഞ്ഞാൽ ഖുംതു ഖിയാമൻ, നിൽക്കൽ ഫീല് മക്കൂലയിൽ പെട്ടതാണ്. നിൽക്കുമ്പോണ്ടാകുന്ന നൃത്തം വലയ മക്കൂലയിൽ പെട്ടതാണ്. നൃത്തം ഹാസിറും ബിൽ മസ്തർ വലഴ് എന്ന മക്കൂലയിൽ പെട്ടതാണ്. അറളിൻ്റെ 9 മക്കൂലകളിൽ വലഴ് എന്ന മക്കൂലയിൽ പെട്ടതാണ്. അതിൻ്റെ താരീഫൊക്കെ മുഖ്തസറൊന്നും പഠിക്കും. വിശദമായി അത് പഠിക്കേണ്ടത് മൈബദിയിൽ നിന്നാണ്. ഞാൻ പറയുന്നത് മൈബദി ഓതാത്തവന് ജലാലൈനി മനസ്സിലാവൂല. അത് ജലാലൈനിയിൽ ആദ്യം ഓതേണ്ടത് ഫാത്തിഹയുടെ തഫ്സീറാണ്. ഫാത്തിഹയുടെ തഫ്സീറിൻ്റെ തലഭാഗം വരെ മനസ്സിലാകണമെങ്കിൽ മൈബദി ഓതിയിരിക്കണം. മൈബദി ഓതിയ ഉസ്താദ് ക്ലാസ്സിലെത്താൽ മനസ്സിലാകും. അതുകൊണ്ട് മൈബദിയും ഓതണം, എന്നാലേ ജലാലൈനി മനസ്സിലാകൂ. ഇവിടെ മാത്രമല്ല, ഒരുപാട് ഭാഗങ്ങൾ മനസ്സിലാകാൻ മൈബദി വേണം. അപ്പോൾ ഖുംതു ഖിയാമൻ, ഖിയാമ് എന്ന ഹാസിറും ബിൽ മസ്തർ വലയ മക്കൂലയിൽ പെട്ടതാണ്. എന്താണ് വലഴ് എന്ന് മൈബദിയിൽ പറഞ്ഞിട്ടുണ്ട്, നോക്കേണ്ടതാണ്. അതേസമയം ഇഹ്മറ ഹുംറത്തൻ അല്ലെങ്കിൽ ഇഹ്മിറാറൻ, ഇഹ്മിറാറ് കൊണ്ട് ഹാസിറും ബിൽ മസ്തർ ഉദ്ദേശിക്കുമ്പോൾ അത് കൈഫ് മക്കൂലയിലാണ് പെടുക. തഹറക്തു ഹർക്കത്തൻ എന്ന് ഹർക്കത്ത് എന്ന ഹാസിറും ബിൽ മസ്തർ ഉദ്ദേശിക്കുമ്പോൾ അത് ഐന് മക്കൂലയിലാണ് പെടുക. ഇങ്ങനെ തുടങ്ങി മസ്തരിയായ മേനകളൊന്നുകിൽ ഫീല് മക്കൂല അല്ലെങ്കിൽ ഇംഫിയാല് മക്കൂല, ഹാസിറും ബിൽ മസ്തർ ഇത്തരത്തിലുള്ള വിവിധ വലവോ കൈഫോ ഐനോ ഇങ്ങനെ തുടങ്ങിയ മക്കൂലകളാകാം. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇനി ഇവിടെ ഔ മുസ്തഹിഖുല്ലി അയ്യഹ്മദൂഹു എന്ന് പറഞ്ഞെടുത്ത് ചിലപ്പോൾ ഇമാം മഹല്ലി തങ്ങളുടെ ദിഖത്ത് മനസ്സിലാകാത്തവർ ഈത്തിറാദ് ഉന്നയിക്കാറുണ്ട്. എന്നോട് തന്നെ ഇതോതുമ്പോൾ ഒരു കുട്ടീസ്കാർ ചോദിച്ചിട്ടുണ്ട്, ഒരു മുത്തഅല്ലിം ഇയാഹു സുന്നയിലെ ഔ മുസ്തഹിഖുല്ലഹു എന്ന് പറഞ്ഞാൽ പോരെയെന്ന്. ജലാലിൻ്റെ ഈ ബാറ അത്ര ഉഷാറാണ്, ഇത്ര ഉഷാറാണ്. ജലാലിനെ തുടങ്ങുന്നതിന് മുമ്പ് 3 ദിവസം ക്ലാസ്സിലെത്തുകയാണ് എന്താ ജലാലിന് മനസ്സിലാവാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇത് ഓതുന്നത്. അപ്പോൾ ഓതുമ്പോൾ ആ കുട്ടി ചോദിച്ച് അന്നഹു തആല മാലിക്കുല്ലി ജമീൽ ഹംദി മിനൽ ഖൽഖി ജമീൽ ഹംദ് പറഞ്ഞതുകൊണ്ട് ഔ മുസ്തഹിഖുൽ ലഹു എന്ന് ലമീർ മടക്കിയാൽ പോരെ, ലി അഹ്മദൂഹു എന്തിന് പറയണം? നല്ല ഇഷ്ടമായി ആ ചോദ്യം. കുട്ടി ചിന്തിച്ചല്ലോ. ജലാലൈനി കൊണ്ട് ഉദ്ദേശിച്ച ഇഖ്തിസാർ ഇവിടെ നഷ്ടപ്പെട്ടില്ലേ? ലഹു എന്ന് പറയേണ്ട സ്ഥാനത്ത് ലി അഹ്മദൂ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പം ജലാലൈനി ആവൂല. മുസ്തഹിഖുൽ ലഹു എന്ന് പറഞ്ഞാൽ ജലാലൈനി ആവൂല. ലി അഹ്മദൂ പറഞ്ഞാൽ ജലാലൈനി. കുട്ടി വിട്ടിയില്ല. അതെന്താന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് ഇസ്തിഖാക്കിൻ്റെ ലാമാകുമ്പോൾ ഹംദ് എന്ന മസ്തർ മസ്തരിയായ മേനാക്കാണെന്ന് വരുത്തുന്നതിനാണ് ലി അഹ്മദൂഹു എന്ന് ഇബാറയിട്ടത്. ലഹു എന്ന് പറഞ്ഞാലും അത് കിട്ടൂല, ലി ഹംദിയും എന്ന് പറഞ്ഞാലും കിട്ടൂല. എന്തുകൊണ്ട്? അന്നും ഫീലും ചേർന്നാൽ, അയ്യഹ്മദു പറയുമ്പോൾ അന്നും ഫീലും ചേർന്നാൽ അത് ഏത് മേനാക്കേ ഉപയോഗിക്കുള്ളൂ? മസ്തരിയായ മേനാക്കേ ഉപയോഗിക്കുള്ളൂ. അതേസമയം മസ്തറിൻ്റെ പദം മസ്തരിയായ മേനാക്കും ഉപയോഗിക്കും, ഹാസിറും ബിൽ മസ്തർ എന്നുള്ള മേനാക്കും ഉപയോഗിക്കും. ലാം ഇസ്തിഖാക്കിൻ്റെ ലാമാകുമ്പോൾ ഹാസിറും ബിൽ മസ്തർ അല്ല, മസ്തരിയായ മേന തന്നെയാണ് എന്ന് തൻസീസ് ചെയ്യാൻ, എന്ന് വരുത്താൻ ലി അഹ്മദൂ എന്ന് തന്നെ പ്രയോഗിക്കണം. അപ്പോൾ അവിടെ പ്രയോഗം മാറിയ ജലാലൈനി ആവൂല. സമയം കഴിഞ്ഞ്. ഇങ്ങനെ ഇനി ഒരുപാടുണ്ട്. ഇതേപോലെ ജലാലൈനിയുടെ ആഴത്തിലേക്ക് ഇറങ്ങി മനസ്സിലാക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ള. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ